ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്തൊക്കെയുണ്ട്? നമ്മൾ ഇന്ന് ഇങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ഇന്ന് യൂണിക് ടോക്ക് 79 ആണല്ലേ? 79ാമത്തെ ആഴ്ചയാണ്. നമ്മളിങ്ങനെ ഓരോ വിഷയത്തിൽ നിങ്ങളൊക്കെ പഠിച്ചിങ്ങനെ വരുന്നത്. ഇന്ന് നമ്മൾ മറ്റൊരു ഗ്രോത്തിക്സത്തെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. നമ്മൾ സൺഡേ ടോക്കാണ് കേട്ടോ. അഫ്സൽ സാറാണ് അധികം ലീഡ് ചെയ്യാറ്. പിന്നെ ഞാൻ എടുക്കാറുണ്ട്, സ്റ്റുഡൻസ് എടുക്കാറുണ്ട്. നമ്മളെല്ലാവരും കൂടെ 79 ആഴ്ച സ്ഥിരമായി എവിടെയും ബ്രേക്ക് വരാണ്ട് കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു നമ്മളിങ്ങനെ നോക്കി കാണൂലേ. പക്ഷെ അതിന്റെ ഇവന്റ് ഒക്കെ നമ്മളൊരു വലിയ ഡ്രീമാണ്. ഇതൊക്കെ എത്തും. അതിന്റെ മുന്നേ ഇന്നത്തെ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. ഇനി ഓഫീസറിന് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നമ്മൾ എന്നും പറയുന്ന പോലെ യാത്രയിലോ തിരക്കിലോ ഒന്നും അല്ല എങ്കിൽ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരണേ. സെമിഹ മാം വന്നിട്ടുണ്ട്, താങ്ക് യു. വേറെ ആരും? ഷംന മാം എനിക്ക് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും സന്തോഷം. മറ്റുള്ളവരും പതിയെ ഇങ്ങനെ തിരക്കൊക്കെ ഒഴിയുന്ന സമയത്തൊന്ന് വരണേ. എന്തായാലും നമ്മളോട് ടൈം ഇൻവെസ്റ്റ് ചെയ്യില്ലേ. അപ്പൊ അവിടെ നിന്നില്ല ഏറ്റവും പവർഫുൾ ആയി കിട്ടാൻ നമ്മളിങ്ങനെ ഇരിക്കാന്നുള്ള ഇമ്പോർട്ടൻ്റ് അല്ലേ. യുണീക് ടോക്കിൽ നമ്മൾ എപ്പോഴും മൂന്ന് കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റിയോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുട്ടിയുടെ മൈൻഡ് പ്രത്യേകത എന്താ? ജഡ്ജ്മെന്റിലൊന്നും ഇല്ലാണ്ട് എന്താണോ ആൾക്കാർ പറയുന്നത് നിഷ്കളങ്കായി കേൾക്കുന്നതിനൊരു കാര്യമുണ്ടല്ലോ. ആ ഒരു മെന്റാലിറ്റി നമ്മൾ എടുക്കാം. അതുപോലെ എനിക്കെല്ലാം അറിയുന്നവനാണ്, ഭയങ്കര അടിപൊളിയാണ്, ആ ഒരു മൈൻഡ് സെറ്റ് അല്ലാണ്ട് എനിക്ക് ഇനിയും എന്തൊക്കെയോ കാര്യം. ഷംന മാം വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്, താങ്ക് യു. എന്തൊക്കെയോ ഇനിയും പഠിക്കാനുണ്ട്. എപ്പോഴും ഒരു ലേണർ ആയിട്ടിരിക്കാം. നമ്മള് ഈ നിൽക്കുന്ന അടുത്ത സെക്കൻഡ് പോലും പുതിയതാണ്. അപ്പൊ അതിന് നമ്മൾ ഇപ്പൊ ഫോൺ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും കറക്റ്റ് ടൈമില്, അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളായാലും ഈവൻ റീചാർജ് പോലും 28 ദിവസം കഴിഞ്ഞ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ നോളേജ് ഇപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കേണ്ട സംഭവമാണ്. ഒരു സെക്കൻഡ് പോലും കഴിഞ്ഞത് നമുക്ക് കിട്ടൂല. ബോബേച്ചിന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, എന്തൊക്കെ തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാൽ പോലും തിരിച്ചു കിട്ടാത്തൊരു സാധനമാണ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സമയത്തിന് അപ്ഡേറ്റ് ആക്കാൻ നമ്മൾ നോളജ് അപ്ഡേറ്റ് ആക്കാം. നമ്മൾ ഇന്നത്തെ ടോപ്പിക് അതൊന്നും അല്ല കൊടുത്തിട്ടില്ലേ. നമ്മളെ മോർണിംഗ് അടിപൊളിയാക്കാനുള്ള 6 കാര്യങ്ങളിൽ നിന്നുള്ളതാണ്. പൊതുവെ ഞാൻ ചോദിക്കാറുണ്ട്, എണ്ണൊക്കെ കാണുമ്പോൾ എന്താണ് സാറ് പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. എന്തായാലും സാറ് പറയുന്ന സമയത്ത് ഞാനും നിങ്ങളെ പോലെ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഏകദേശം 8:33 ആയപ്പോഴേക്ക് 21 പാർട്ടിസിപ്പൻസിനെ കാണുന്നുണ്ട്. സന്തോഷം, താങ്ക് യു. എല്ലാവരെയും നമ്മളെ യൂണിക് ടോക്കിലേക്ക് എന്താ പറയുക നിറഞ്ഞ സ്നേഹത്തോടു കൂടെ ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. ഇനി എന്തായാലും ക്ലാസ് എടുക്കാൻ വേണ്ടി അഫ്സൽ സാറിനെയും അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. ഏതായാലും ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടെ വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എല്ലാ സെഷനും തുടങ്ങുന്ന പോലെ യുണീക് ടോക്ക് 79ാമത്തെ ആഴ്ചത്തെ യുണീക് ടോക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മൾ എല്ലാ സെഷനിലും ചോദിക്കുന്ന പോലെ ഓരോരുത്തരും ഇപ്പം ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണെന്ന് ഒന്ന് താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റുന്ന ആൾക്കാരൊന്ന് മെൻഷൻ ചെയ്താൽ നല്ലതായിരുന്നു. ഒരുവിധ ആൾക്കാരൊക്കെ അറിയുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഏത് ഡിസ്ട്രിക്റ്റാന്ന് ഷംന മാം ട്രിവാൻഡ്രം, സിന്ന മാം കാലിക്കറ്റ്, ഫാത്തിമ റിൻസിൻ കോഴിക്കോട് കൊടുള്ളി, റിൻസിൻ്റെ അല്ലേ, ഫാത്തിമ ട്രിവാൻഡ്രം, മുബുസി കാസർഗോഡ്, ജുമാന കണ്ണൂർ, തൗഫീറ കണ്ണൂർ, ഷിംറോ മലപ്പുറം, സുലൈമാൻ വയനാട്, സുമയ്യ UAE, നജീബ മലപ്പുറം. നേരുണ്ടോ? കഴിഞ്ഞോ? കുറച്ച് ആൾക്കാർ പറ്റുന്ന ആൾക്കാരൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഐഫോൺ എന്നാണ് പേര് കാണിക്കുന്നത് ഒരാളുടെ, കാലിക്കറ്റ്, മുബഷിറ മലപ്പുറം, തഹസീൻ കോഴിക്കോട്. ഓക്കെ, ഏതായാലും താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് അതിരാവിലെ ചെയ്യാൻ പാടില്ലാത്ത 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം എന്തിനാ ചെയ്യാൻ പാടില്ലാത്തതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന കഴിഞ്ഞാൽ അത് ഞാൻ യൂട്യൂബിൽ ഒരു തമ്പനിയിൽ കണ്ടപ്പോൾ അത് ക്യാപ്ഷൻ കൊടുത്തതാണ്, അല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയ സമയത്ത് ചെറുങ്ങനെ ഒന്ന് റെഫറൊക്കെ ചെയ്ത സമയത്ത് കുറച്ച് കാര്യങ്ങൾ കിട്ടി. അപ്പൊ അതൊന്ന് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്നലെ നമ്മുടെ ഗ്രോത്തെക്സിന്റെ ഗ്രോത്തെക്സ് കമ്മ്യൂണിറ്റിന്റെ ഫസ്റ്റ് ഡേ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1:30 മണിയും കഴിഞ്ഞ് ഫീഡ്ബാക്കും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഇന്ന് രാവിലെ എണീച്ച് പോയതാണ്, ഒരു വർക്ക് ഉണ്ടായിരുന്നു.
ഒരു ഉപ്പാക്ക് നല്ല ഹെൽത്ത് ഒക്കെ അല്ലാത്തതുകൊണ്ടൊന്ന് വേറൊരു വർക്ക് എനിക്ക് വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോയതാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ലൈഫിൽ ഒരു സമയത്തുണ്ടായിരുന്നു ചടഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു സമയം. യാതൊരു ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ജോലി ഉണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോണ്. വേറെ കാര്യമായിട്ട് പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യുക ഒന്നുമില്ലാതെ. അവിടെ ഒരാളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നസീറ ട്രിവാൻഡ്രം, മുബീന പട്ടാമ്പി പാലക്കാട്. ഓക്കെ, താങ്ക് യു. അപ്പോ ഏഹ്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് മെല്ലെ 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 ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിലേക്കൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പല ശീലങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. ഇങ്ങനെ നോർമലി ഒരു ഡേ ലീഡ് ചെയ്യുന്നതിൽ നിന്ന് ചെറിയ എന്തെങ്കിലും ഡിഫറൻസ്. കാരണം നമുക്ക് എല്ലാവർക്കും സമയം ഒരേപോലെയാണ് കിട്ടുന്നത്, നമുക്കറിയാം. ഇപ്പം എല്ലാവർക്കും 24 മണിക്കൂറും 1440 മിനിറ്റും 86,200 സെക്കൻഡൊക്കെയാണ്, 400 സെക്കൻഡൊക്കെയാണ് എല്ലാവർക്കും കിട്ടുന്നത്. പക്ഷേ ആ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ആരാണ് ഉപയോഗപ്പെടുത്തുന്നത്, അവരിലാണ് പിന്നെ പടച്ചവന്റെ അല്ല ദൈവത്തിന്റെ ഒരു സഹായം കൂടെ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോ ഇതിന് നമ്മളൊരു 6 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം, നമ്മളെല്ലാ ഒട്ടുമിക്ക ആൾക്കാരും ഇത് ഏഹ്, ഞാൻ ചോദിക്കുന്ന സമയത്ത് നോർമലി ഒരു ഇവിടെ ഇപ്പം എത്ര ആളാ കാണുന്നത്? 22 ആളാ ഇപ്പൊ കാണുന്നത്. അപ്പൊ ഈ 22 ആൾക്കാരില് ഏഹ്, ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് യെസ്ന്നോ അല്ലെ വൈന്നോ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. രാവിലെ ഏതെങ്കിലും ഒരു സമയത്ത് എണീക്കാൻ വേണ്ടിയിട്ട് അലാം വെച്ചിട്ടുണ്ടാവല്ലോ. ആ അലാം അടിയുന്ന സമയത്ത് സ്നൂസ് ബട്ടൺ അമർത്തുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ട്? മുബ്സി എന്ന് പറഞ്ഞ ആള് പറയുന്നുണ്ട്. ഒറ്റ ആളേ ഉള്ളൂ. സന പർവീൻ, യെസ്. വേറെ ആരല്ലേ? ആ ജുമാനമ്മയും പറയുന്നുണ്ട്. തസിൻ ഫാത്തിമ, ഓക്കെ. ഷംന, ഷംന ഫാത്തിമ, തസിമ, ഓക്കെ, താങ്ക് യു. അല്ല, ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. ഇത് പക്ഷേ നമ്മള് ഒട്ടുമിക്ക ആൾക്കാരും മനസ്സിനെ പറ്റിയും ശീലങ്ങളെ പറ്റിയും പേഴ്സണൽ ഗ്രോത്തിനെ പറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ശീലം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ രാവിലെ തന്നെ ഒരു സമയത്ത് എണീക്കണം എന്ന് നമ്മൾ മനസ്സിൽ കരുതി ഉറങ്ങി ആ സമയത്ത് അലാം അടിയുമ്പോൾ പല കാരണങ്ങളാൽ, ചിലപ്പോൾ മക്കളെ നോക്കി ലേറ്റ് ആയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീസൺസ് ആയിരിക്കാം. പക്ഷേ ആ സമയത്ത് നമ്മൾ മനസ്സിനോട് എന്ത് മെസ്സേജാ കൊടുക്കുന്നത് അറിയാം. ആ സ്നൂസ് ബട്ടൺ അമർത്തുന്ന സമയത്ത് ഞാൻ നീട്ടി വെക്കാൻ റെഡിയാണ്. ദാറ്റ് മീൻസ് കുറച്ചു നേരം കൂടി ഉറങ്ങുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആണെങ്കിൽ പോലും ഉറങ്ങുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ ഞാനൊരു കാര്യം ചെയ്ത് തീർക്കുമെന്ന് വിചാരിച്ചെടുത്തുനിന്ന് ഞാൻ കുറച്ചും കൂടി ആ കാര്യം, ഞാൻ ആ എണീക്കാൻ വിചാരിച്ച സമയത്തിൽ നിന്ന് കുറച്ചും കൂടി ആ സമയം ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ നീട്ടി വെക്കുക, അല്ലെ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയാറില്ലേ, ആ നീട്ടി വെക്കാൻ ഞാൻ റെഡിയാണ് എന്നുള്ളൊരു തോട്ടോട് കൂടിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഉണരുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് ഉണ ഉണർ എണീറ്റ ഉടനെ ആരെങ്കിലും ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് രാവിലത്തെ ഫസ്റ്റ് ആക്ഷൻ തന്നെ നീട്ടി വെക്കുക അത് ശീലിക്കുന്ന ചില ഇപ്പൊ സത്യം പറയാലോ, എന്റെ കൂടെ കിടക്കുന്ന എന്റെ വൈഫിന്റെ സ്വഭാവമാണ്. ആൾക്കിപ്പോ ഒരു 5:45 എണീക്കുക, അങ്ങനെ 5 മണി തൊട്ട് തുടങ്ങും. 5 മണിക്ക്, 5:05, 5:15 ഇതിങ്ങനെ എന്തിനു വേണ്ടിയിട്ടാ വെക്കുന്നത്? 5:45 എണീക്കുകയാണ്, 5:45 ഒരു അലാറം വെച്ച് എണീച്ചാ പോരെ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കേൾക്കും ഓരോ പ്രാവശ്യം. ഞാൻ കുറ്റപ്പെടുത്തിയല്ലോ ട്ടോ ആള്. അത് അങ്ങനെ ആയതുകൊണ്ടാണ്. ആള് വേറെ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഓക്കെ ആണെന്നില്ല. അപ്പൊ ഞാൻ പറയാൻ കാരണം, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറയല്ലേ, നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചില മെസ്സേജസ്. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും നീട്ടി വെക്കാൻ റെഡിയാണ് എന്നുള്ള ആ ഒരു തോട്ടോട് കൂടിയിട്ട് ഉണരുന്നത് ശരിക്കും പറ്റുന്നിടത്തോളം ഒന്ന് മാറ്റി എടുക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്നും ആർക്കും അറിയാത്ത സംഭവങ്ങളും ഞാൻ എവിടുന്നോ ഡിറൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ട്രാറ്റജി ഒന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാൽ ഒന്നും കൂടെ ഈ മോഡിൽ ഒന്ന് ചിന്തിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്തെന്ന് വെച്ചാൽ രാവിലെ എണീക്കുന്ന ഉടനെ ഞാൻ നീട്ടിവെക്കാൻ, എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളുടെ മനസ്ഥിതിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് എണീക്കുക എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. പിന്നെ
ആഹ് ആദ്യ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ മുന്നുള്ള ഇതാണെങ്കിൽ നോർമലി നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ എണീച്ച് പോയിട്ട് ബ്രഷും പേസ്റ്റ് ആയിരുന്നു ആദ്യം എടുക്കുക അല്ലേ പണ്ടൊക്കെ. പക്ഷെ ഇപ്പൊ രാവിലെ എണീച്ച ഉടനെ എന്താ നമ്മൾ എടുക്കാറ് സാധാരണ? നിങ്ങളൊക്കെ എന്താ എടുക്കാറ്? രാവിലെ എണീച്ച ഉടനെ എന്താ എടുക്കാറ്? മൊബൈല്. യെസ്, വിജയ സമയം ഫസ്റ്റില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും മൊബൈൽ എടുത്തു കഴിഞ്ഞിട്ട് എന്തായിരിക്കും നോക്കുക എന്നറിയാം? സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇന്നലെ ഇട്ട വീഡിയോക്ക് എത്ര കമന്റ് കിട്ടി, അല്ലെ എത്ര ലൈക്ക് കിട്ടി, അത് വൈറലായോ, മില്യൺ അടിച്ചോ? അല്ല എല്ലാരും വീഡിയോ ഇടുന്നവരായിരിക്കില്ല, പക്ഷെ വീഡിയോ ഇടുന്നൊക്കെ ആൾക്കാരാണെങ്കിൽ നമുക്കൊരു ആരെങ്കിലും കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ, ലൈക്ക് ഒക്കെ അടിച്ചിട്ടുണ്ടോ, പിന്നെ അടുക്കം ചെറിയ ചില ആൾക്കാരാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എന്താണ് ബാക്കിയുള്ള അപ്ഡേറ്റ്, അപ്പൊ എല്ലാവരും ഉഷാറാണോ, അല്ലെങ്കിൽ എങ്ങനെ പോണ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ബെഡിൽ നിന്ന് ഉണരുള്ളൂ. അങ്ങനെ ഒരു നമ്മളുടെ സെൽഫിലേക്ക് ഒരു ടൈം കൊടുക്കാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്കും അതേപോലെ നമ്മളുടെ ചിന്തയിൽ ഒരു പോസിറ്റീവിന് പകരം ചിലപ്പോൾ നമ്മൾ കാണുക ഏതെങ്കിലും മരണ വാർത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റാർട്ടിങ് ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ അങ്ങനത്തെ ഒരു നെഗറ്റീവിലേക്കൊക്കെ പോകുന്നതിന് പകരം ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ചെറിയൊരു സൈലൻസ് ടൈം, ഫോണൊക്കെ അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഒരു സൈലൻസ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, യോഗ ചെയ്യാം. ഓരോരുത്തരുടെ ആഹ്, ഇപ്പം റിലീജിയസ് പാറ്റേൺ എങ്ങനെയാണോ ആ രീതിയിൽ യോഗ ആയിരിക്കാം, മെഡിറ്റേഷൻ ആയിരിക്കാം, പ്രാർത്ഥനയായിരിക്കാം, നിസ്കാരമായിരിക്കാം. ഏത് രീതിയിലാണോ നിങ്ങൾക്കൊന്ന് മനസ്സിനൊക്കെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെ തന്നെ ഫോണിലേക്ക് പോവാന്നുള്ള ഒരു പ്രോസസ്സിന് പകരം പിന്നെ ഉള്ളതാണ് ചില ആൾക്കാർ കാണാ രാവിലെ എണീച്ച ഉടനെ ഒറ്റ ഇരിപ്പാ, ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കേട്ടിട്ട് അങ്ങോട്ട് എണീക്കാനൊരു മടിച്ചിട്ട് ഇങ്ങനെ ചടഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും രാവിലെ. ബോഡി മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ എവിടെങ്കിലും ഇപ്പം ബ്രഷൊക്കെ ചെയ്ത് നിസ്കാരോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം എവിടെങ്കിലും ഒരു സൈഡിൽ പോയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ കിച്ചണിലോ എവിടെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ ചടഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അങ്ങനത്തെ ചടഞ്ഞിരിക്കുന്ന സ്വഭാവവും രാവിലത്തെ ഇപ്പൊ ഒരു മൂന്നാമത്തെ കാര്യം പറയാട്ടോ, രാവിലെ തന്നെ അങ്ങനെ ഒരു ചടഞ്ഞിരിക്കുന്ന സ്വഭാവത്തിന് പകരം എന്തെങ്കിലും ഒന്നൊരു ബോഡി മൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു ഫിസിക്കലി ആക്റ്റീവ് ആക്കുന്ന രീതിയിൽ ഒന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ വീട്ടിൽ കൂടെ തന്നെ ഒന്ന് നടക്കേ, അല്ലെങ്കിൽ ഒന്ന് ചെറിയൊരു എക്സസൈസോ പുഷപ്പോ പുള്ളപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ശരീരത്തിനൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നാലാമത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ വിചാരിക്കണ്ടോ ഇതിപ്പോ ആറാണ് അപ്പൊ തീരല പഠിച്ചു പറയാം. ആറാമത്തെ ഒരു കാര്യമാണ്, ആരെങ്കിലും ഉണ്ടോ വാഷ്റൂമിൽ പോയാൽ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ? അധിക അധിക ഭർത്താക്കന്മാരെ പറ്റി ഭാര്യമാര് പറയുന്ന ഒരു കാര്യമാണ് ബാത്റൂമിൽ കേറിയ ഇയാൾ ഇറങ്ങൂലെന്ന്. അപ്പൊ അപ്പൊ അങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ആ രീതിയിൽ ഇങ്ങനെ വെറുതെ ചടഞ്ഞിരുന്ന് അവിടെ പോയിട്ട് ഉറങ്ങുന്നതിന് പകരം ഒന്ന് ആക്റ്റീവായിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിച്ച് പുറത്തിറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പിന്നുള്ളതാണ് അഞ്ചാമത്തെ ഒരു കാര്യം, ചില ആൾക്കാരുണ്ടാവും രാവിലെ തന്നെ ന്യൂസോ പത്രോ, പത്രം വായിക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ ഏഹ്, ഒട്ടുമിക്ക ന്യൂസുകളും ഇപ്പം അധികം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താന്ന് വെച്ചാല് ഒട്ടുമിക്ക റീലായിക്കോട്ടെ ന്യൂസ് ആയിക്കോട്ടെ പത്രത്തിലായിക്കോട്ടെ ഒരു 80% നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരു ന്യൂസൊക്കെ തുറന്നു നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങളാ അധികം ഉണ്ടാവല്? ഒരു കൊലപാതകമോ അക്രമോ പീഡനോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അധികം ഹൈലൈറ്റഡ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ രാവിലെ തന്നെ അല്ലെങ്കിൽ യുദ്ധോ ഇപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മളുടെ ഈ യുദ്ധം കാരണം ഈ ഗ്യാസിന്റെയും പെട്രോളിന്റെയും ഒക്കെ അവൈലബിലിറ്റി കുറയുന്നതിനനുസരിച്ച് പല പല വിഷയങ്ങളും പല നാട്ടിലും നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ന്യൂസ് ഒരുപാട് ടൈം കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവം? ഒരുപാട് ടൈം കാണുന്നില്ല. ഇപ്പൊ രാവിലെ എണീച്ച ഉടനെ തന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാല് നമ്മളുടെ ഉള്ളിൽ അറിയാതെ ഒരു ചിന്ത ഇങ്ങനെ വന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും കിടന്നുറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ രാവിലെ എണീച്ച ഉടനെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ യുദ്ധവും അല്ലെങ്കിൽ ഇങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല്
ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിലൊരു ചിന്ത വരും. ഓൾറെഡി ഇപ്പൊ ഈ ലോകമൊക്കെ അവസാനിക്കാൻ പോവാണ്, മൊത്തത്തിൽ പട്ടിണിയാവാൻ പോവാണ്. നമ്മളിപ്പോ ഇനി എടുക്കാൻ പോണ ആക്ഷൻ എടുത്തെടുപ്പ് എന്താ കാര്യം? ഓൾറെഡി ഇപ്പോൾ എന്തായാലും മൊത്തത്തിൽ നശിക്കാൻ പോവാണ്. അപ്പോൾ ഞാനായിട്ട് ഇപ്പോൾ ഒരു ഇത് എടുത്തതുകൊണ്ട് ഇപ്പോൾ എന്തോ കാര്യമുണ്ടോ? ഇപ്പോൾ ഈ അടുത്ത് ഇപ്പം ചില വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നത് ലോകാവസാനം അടക്കാനായി. ഇപ്പം ഇസ്രായേലിൽ ഇതൊക്കെ ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതേ സംഭവം ഇറാഖിൽ യുദ്ധം നടന്നപ്പോഴും ഫലസ്തീനിൽ നടന്നപ്പോഴും ഒക്കെ മനുഷ്യന്മാർ ചിന്തിക്കുന്നുണ്ട് ഖുറാനിൽ പറഞ്ഞ കാര്യമാണ്. അപ്പം ഈ അടുത്ത് മൊത്തത്തിൽ പട്ടിണിയാവും. അപ്പം ദജ്ജാലിന്റെ വരവുണ്ട്, ഇമാം മഹദി വരുന്നുണ്ട്, ഈസാ നബി, അതൊക്കെ അത് ആ ലോകാവസാനത്തിന് അടയാളങ്ങളാണെന്നൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനെ മനസ്സിലേക്ക് ചിന്ത കൊടുത്തതുകൊണ്ട് ചില ആൾക്കാർ ചെയ്യുക എന്താ അറിയോ, ഈ ഓൾറെഡി ചെയ്യുന്ന സ്പിരിച്വൽ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ അതും കൂടെ നിർത്തി വെക്കുക ചെയ്യാം. എന്തായാലും ഇപ്പൊ ഇതൊക്കെ തീരാനായി, എന്താ ചെയ്യാൻ പോവാ. പക്ഷെ അതിന് പകരം എന്തെങ്കിലുമൊക്കെ ഓൾറെഡി ചെയ്യുന്ന ആക്ടിവിറ്റിയിലേക്ക് എന്തെങ്കിലും കൂട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു തോട്ട് ഒട്ടുമിക്ക ആൾക്കാരും വരുന്നില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിലേക്കായിക്കോട്ടെ, ജോബിലേക്കായിക്കോട്ടെ, ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതും അധിക സമയത്തും ഒരു ഡിസ്ട്രാക്റ്റഡ് മൈൻഡ് സെറ്റ്, ഒരു നെഗറ്റീവ് എനർജി കയറിയ പോലെ ഒന്നും ചെയ്യാൻ ഒരു ഊർജ്ജമില്ലാത്തൊരു ഒരു 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 വിഷയം ഈ രാവിലെ തന്നെ ഈ നെഗറ്റീവ് ന്യൂസും ഈ യുദ്ധമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ എന്ത് കാര്യമാണോ ഏറ്റവും കൂടുതൽ ചിന്തയിൽ കൊണ്ടുവരുന്നത് അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുക എന്ന് പറയാറുണ്ടല്ലോ. പിന്നെ ഇതേപോലുള്ള മറ്റൊരു കാര്യമാണ്, ഉം, രാവിലെ തന്നെ എണീച്ചിട്ട് ഓ ഇന്ന് എന്തോ ഭയങ്കര ചൂടാണല്ലോ, ഇന്ന് മൊത്തത്തിലൊരു തിരക്കുള്ള ദിവസമാണ്, ഒരു രക്ഷയില്ല. രാവിലത്തെ തോട്ടാണ് ഇന്ന് എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട്, അപ്പോൾ ആകെ മൊത്തത്തിൽ തിരക്കായിരിക്കും. ആ രീതിയിലുള്ള നെഗറ്റീവ് തോട്ടുകൾ രാവിലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയാറില്ല, നമ്മളൊക്കെ ഒരു എനർജി ഫോം ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു ഊർജ്ജതലം എന്ന് പറയാറുണ്ട്. ആ ഊർജ്ജതലത്തിൽ ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ രാവിലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മളുടെ ഫുൾ ഡേയിൽ അത് ബാധിക്കും. അതിന്റെ പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എല്ലാ സെഷനിലും പറയും പോലെ രാവിലെ തന്നെ എണീച്ചിട്ട് നമ്മളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ഒന്ന് ഓർക്കുക. എഴുതാനിപ്പം അത്രയും സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട്, എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കാഴ്ച ശക്തി ഉണ്ട്, എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പ ഉമ്മ ജീവിച്ചിരിപ്പുള്ള ആൾക്കാരാണെങ്കിൽ കേട്ടോ, ഉപ്പ ഉമ്മ ഭാര്യ മക്കള് ഭർത്താവ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ കഴിക്കാൻ ഭക്ഷണമുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ വാഹനമുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്, കിടന്നുറങ്ങാൻ ബെഡുണ്ട്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ച് രാവിലെ തന്നെ നല്ല നല്ല രീതിയിൽ നല്ല ഇമോഷനോട് കൂടിയിട്ട് അതൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് അതിനനുസരിച്ച് ഒരു പോസിറ്റീവ് ഒരു ഒരു സ്റ്റാർട്ട് കിട്ടും ഒരു മോർണിംഗിൽ തന്നെ. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ആ ഒരു എനർജി ഒരു ഫുൾ ഡേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞത്, ഞാൻ കുറെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, എന്ന സെഷൻ ഷോർട്ട് ആയിട്ടുള്ള സെഷനാണ്. ഒന്നാമത് സത്യം പറഞ്ഞ കണ്ണൊന്നും നേരെ നിൽക്കണമെന്നില്ല, 2 ദിവസമായിട്ട് ഗ്രോത്തെക്സും പ്രോഗ്രാമൊന്നായിട്ട് നല്ലോണം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി പോവാണ്ട് ഷോർട്ടാക്കി പറഞ്ഞതാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഏറ്റവും രാവിലെ എണീക്കുന്ന സമയത്ത് സ്നൂസ് ബട്ടൺ അമർത്തി നീട്ടി വെക്കുക എന്നുള്ള ഒരു തോട്ട്, പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യാൻ ഞാൻ റെഡി ആണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് രാവിലെ തന്നെ കൊടുക്കാതിരിക്കുക. രണ്ടാമത്തേല് ഉം, നേരെ പോയിട്ട് ഈ ഫോണിലെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ലൈക്കോ കമന്റോ ആ രീതിയിലേക്ക് പോകുന്നതിന് പകരം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ഞാൻ ഉപയോഗപ്പെടുത്തുക, ആ രീതിയിലൊക്കെയുള്ള ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. മൂന്നാമത്തത് ചടഞ്ഞിരിക്കുന്നതിന് പകരം എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബാത്റൂമിൽ ഒരുപാട് സമയം ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്യാതിരിക്കുക. രാവിലെ തന്നെ ഈ ന്യൂസും പത്രവും ഒക്കെ എടുത്തിട്ട് കൂടുതൽ ടൈം ഈ ചരമവാർത്ത അല്ലെങ്കിൽ എന്താണ് ചരമവാർത്തൻ്റെ അല്ല പറയുക, കൊലപാതകവും അക്രമവും പീഡനവും ഏഹ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ കൊടുക്കാതിരിക്കുക. പിന്നെ ആറാമത്തെ നമ്മൾ പറഞ്ഞത്, അയ്യോ ഇന്നത്തെ ദിവസം ആകെ മൊത്തത്തിൽ തിരക്കുള്ളതാണ്, ചൂടാണ്, അതാണ് ഇതാണെന്നുള്ള
നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് രാവിലെ തന്നെ ചിന്ത കൊണ്ടുപോകാതിരിക്കുക. നല്ല പോസിറ്റീവായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പോലുള്ള അല്ലെങ്കിൽ നന്ദിയോട് കൂടിയുള്ള മനസ്ഥിതിയോട് കൂടിയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും മൈൻഡിലേക്ക് എടുക്കുക, അത് ഉപയോഗപ്പെടുത്തുക. ഇനി ഇനി നമ്മൾ പറയാൻ പോണത് ഏഹ്, ഒറ്റൊരു കാര്യം കൂടെ ആഡ് ചെയ്യുക. രാവിലെ എണീച്ച ഉടനെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ആളോട്, ഇപ്പം ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ ആരാണെങ്കിലും അവരോട് പോയിട്ട് ഇന്നലെ നടന്ന, ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന എന്തെങ്കിലും വിഷയങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതെടുത്ത് ഇങ്ങനെ പറഞ്ഞിങ്ങാന് രാവിലെ തന്നെ വിഷയം ഉണ്ടാക്കാതിരിക്കുക. ദാറ്റ് മീൻസ് ചില കാര്യങ്ങളുണ്ടാകും, നമുക്ക് ഇങ്ങനെ മനസ്സിൽ വിഷമം ഉണ്ടാകുന്ന കാര്യം രാവിലെ തന്നെ അത് പോയി പറയാതിരിക്കുക. കുറച്ചൊരു ടൈം കൊടുത്തിട്ട് പറയാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വേറെ എന്തെങ്കിലും മിസ്ന നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതേപോലെ ഫീഡ്ബാക്സോ അല്ലെങ്കിൽ നിങ്ങളെ ഈ നമ്മൾ പൊതുവെ ഇങ്ങനത്തെ യുണീക് ടോക്കുകളിൽ നമ്മൾ അധികവും ഡിസ്കഷനും അല്ലെങ്കിൽ കൂടുതൽ ഇൻസൈറ്റ്സ് ഒക്കെ കിട്ടാറ് ഈ എന്താണ് നമ്മളെ പാർട്ടിസിപ്പൻസ് എന്നുള്ള കോൺട്രിബ്യൂഷനും കൂടാണ്. അതിൻ്റെ ഫീഡ്ബാക്സ് ആയിക്കോട്ടെ, അവർ തരുന്ന പുതിയ വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആണ് നമുക്ക് യൂസ്ഫുൾ ആവാറുണ്ട്. അപ്പം ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. മിസ്ന നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതിലേക്ക് കൂട്ടി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറിയ ഷോർട്ടായിട്ടുള്ള ടോപ്പിക്കാണ്, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം. സ്പെഷ്യലി ചോദിച്ചെങ്കിൽ ഫോൺ സാറ് കിട്ടാത്ത കാര്യങ്ങൾ. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാൻ പറ്റുമോ? ആ പറഞ്ഞോണം, പറഞ്ഞോണം മാം. ഒരു 2 മിനിറ്റ്. അതായത് ഞാനൊരു ഹീലറാണ്. ഞാൻ എൻ്റെ ഒരു ഇപ്പൊ ഈ പറഞ്ഞ ഭാഗമായിട്ട് ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് പറയാം. രാവിലെ കഴിക്കുന്ന ഫുഡ് ഇതിനോട് കണക്ട് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ അതായത് പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറയാം. രാവിലെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് എങ്ങനത്തെ ആണോ അത് ആ ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ മാനേജ് ചെയ്യുന്നുള്ളതാണ്. അതായത് കൊടുക്കുന്നത് ടോക്സിക് ആയിട്ടുള്ള സാധനമാണെങ്കിൽ അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചിന്ത പോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഫുഡും എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സംഭവമാണത്. രാവിലെ കൊടുക്കുന്ന ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, തലേന്നത്തെ ഫാസ്റ്റ് ഫുഡിന്റെ ബാക്കി, അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അത് അവോയ്ഡ് ചെയ്യാന്നുള്ള ഒരു കാര്യം, ഒരു കൺസെപ്റ്റ്. ചിന്ത പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മളുടെ രാവിലെ കൊടുക്കുന്ന ഫുഡും എന്നുള്ളത്. അത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അല്ലേ? ന്യൂട്രീഷ്യസ് താങ്ക് യു ആവുക മാം. എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളെ ബോഡി ഇപ്പൊ രാവിലെ പേസ്റ്റ് ഉപയോഗിക്കുന്നതേ ഇതാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് പറഞ്ഞു തരാറ്. ഞങ്ങൾക്കൊക്കെ ക്ലാസ്സിൽ അക്കാദമിയിൽ നിന്ന് അങ്ങനെ കിട്ടാറ്. പേസ്റ്റ് മാക്സിമം നമ്മൾ നാച്ചുറൽ ആയിരിക്കുന്ന സാധനങ്ങളാണ് പല്ല് തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം സ്റ്റൊമക്കിലേക്ക് എന്താണോ എത്തുന്നത് അതിനനുസരിച്ച് അതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും ബോഡി മൊത്തം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് പേസ്റ്റ് ആണ് കഴിക്കുന്നത്. ഇത് എത്ര നമ്മൾ ഇറക്കുന്നില്ല എന്ന് പറഞ്ഞാലും അതിന്റെ ഒരു അംശം അകത്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. നാച്ചുറൽ ആയിട്ടുള്ള പൽപ്പൊടികളോ അതുപോലെയുള്ള സാധനങ്ങളോ ആദ്യം ഉപയോഗിച്ച ശേഷം പിന്നെ നമുക്ക് നമ്മളെ കംഫർട്ടിനാണ്, ഈ പതച്ചിൽ വരുമ്പോഴാണ് നമുക്ക് കംഫർട്ട് ആയിട്ട് തോന്നും. അപ്പോഴാണ് കോൾഗേറ്റ് ഉപയോഗിക്കണം എന്നൊക്കെ ഞങ്ങളോട് പറയാറ്. അതൊന്നും ഇപ്പോ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാലും ഫുഡിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇതേപോലെ വേറെ ആർക്കെങ്കിലും ആഡ് ചെയ്യേണ്ട? മിസ്സിന് എന്താ പറയാൻ വന്നിരുന്നോ? താങ്ക് യു വായിത മാം. താങ്ക് യു. ആള് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ഈ ഫുഡൊക്കെ കുറച്ച് മുന്നേ വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഡിലേ ആക്കും. ചിലപ്പോൾ 10 മണി, 9:30, 9 മണിയൊക്കെ ആവും. മദ്രസ പോകുന്ന സമയത്ത് നമ്മൾ ഉസ്താദന്മാരൊക്കെ ചീത്ത പറയായിരുന്നു, ഈ ആമാശയം കാലിയായ ആശയം കാലിയാവും എന്നൊരു കോൺസെപ്റ്റ്. ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരാൾ ഇത് വലിയ മഹാത്വചനം പോലെ എഴുതി വെച്ചിരുന്നു. അത് നമ്മൾ രാവിലെ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോഴൊക്കെ പറയുന്ന കാര്യമാണ്. വിഷമ വയറാം നമ്മളെ ചിന്ത എന്തായാലും. ഓ, കാദർ സാർ ആയിരുന്നില്ലേ എഴുതി വെച്ചിരുന്നാല്. ഓക്കെ, താങ്ക് യു. വയറ് കാലിയായിട്ടുള്ള സമയത്ത് എന്തായാലും നമുക്കതിൽ കോൺസെൻട്രേഷൻ കിട്ടാണ്ടാവും. അതായത് ഭക്ഷണം ഒന്നും കഴിക്കാണ്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരുണ്ടെങ്കിൽ മാക്സിമം അത് എന്തെങ്കിലും ഒന്ന് കഴിക്കാം. ഇപ്പം ഇനിയിപ്പോൾ നല്ല ഫുഡ് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയില്ല എങ്കിൽ എന്തെങ്കിലും ഷെയ്ക്ക് അടിച്ചിട്ടോ രാവിലെ വയറൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും എൻഡിൽ നമ്മൾ ഓടുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാനില്ല. നമുക്ക് ക്യാഷ് എന്തായാലും ബൈ ക്യാഷ് കഴിക്കാൻ പറ്റൂലല്ലോ. ക്യാഷ് ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ നമുക്ക് ഉറങ്ങാനും കാര്യങ്ങൾ ചെയ്യാനാണല്ലോ. അപ്പം അതിന് ടൈം കണ്ടെത്തുക രാവിലെ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഒട്ടും ടൈമില്ലെങ്കിൽ പഴമോ ആപ്പിളോ എന്തെങ്കിലും ഒന്ന് രാവിലെ കഴിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം നമ്മൾ ഈ വിശക്കുന്ന സമയത്ത് നമ്മൾ സ്നിക്കേഴ്സിന്റെ എങ്ങാണ്ട് പരസ്യം ഉണ്ടല്ലോ, വിശക്കുമ്പോൾ നിങ്ങൾ നിങ്ങളല്ലാതാവുന്നു എന്ന്.
നമുക്ക് ദേഷ്യം വരും ആൾക്കാരുടെ അടുത്തുള്ളായാലും. പിന്നെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താകുമ്പോൾ അവിടെ ഈ ദേഷ്യം പോയി തീർക്കും. അല്ലെങ്കിൽ മക്കളുടെ അടുത്താവും നമ്മളെ മുന്നിൽ ആരാണോ കണക്ട് ചെയ്യുന്നത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ഫുഡ് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലും ഏത് സമയത്തായാലും ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ചൂടാവുന്ന സമയത്ത് ഉമ്മ പറയും എന്തോ വിശക്കുണ്ട് പോയി തിന്നോ അടുത്ത ആൾക്കാർ ചീത്ത പറയാണ്ട്. അപ്പോൾ ആ സംഭവം തന്നെ വയറെപ്പോഴും രാവിലെ പ്രത്യേകിച്ച് കളിയാക്കാണ്ട്. കാരണം രാവിലെ നമ്മൾ ഒരാൾക്ക് സംസാരിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു എനർജി ആ ആളുടെ ഡേയും ഡിസൈൻ ചെയ്യുന്നില്ലാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വെറുതെ ബൈക്കൂടെ ഒരാൾ പോകുന്ന സമയത്ത് ഇന്നലെ നമ്മൾ അനസ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ വെറുതെ നമ്മളെ ബൈക്കിലൊക്കെ അറിയാണ്ട് നിന്ന് തട്ടിക്കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി വിശപ്പിലും ഈ ക്ഷീണത്തിലും ഈ രാവിലെ ന്യൂസൊക്കെ വായിച്ച് കുറേ നെഗറ്റീവൊക്കെ കയറ്റി പോവാന്നെങ്കിൽ നമുക്ക് ക്ഷമിക്കാനോ പൊറുക്കാനുള്ള ഒരു ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ഉണ്ടാവൂല. അപ്പൊ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മോർണിംഗ് ഓക്കെ ആക്കാന്നില്ലാണ്. നമ്മൾ ജേർണൽ റൈറ്റിംഗ് ഒന്നും പറയുന്നില്ല, അത് നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ചെയ്തോളി. ഭക്ഷണം നേരത്തെ കഴിക്കുക. പിന്നെ പറ്റുകയാണെങ്കിൽ ഫോണ് ആ ഒരു സമയത്ത് എടുക്കാണ്ടിരിക്കുക. ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഈ രാവിലെ എടുക്കുന്ന ഫോണും അതുപോലെ നമ്മൾ ഈ മഗ്‌രിബിന്റെ സമയത്ത് ആ ഒരു അല്ലാത്തവരുണ്ടെങ്കിൽ ഒരു 6 മണിക്കൊക്കെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ അറിയാണ്ട് കുറച്ചധികം സമയം യൂസ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് നോട്ട് ചെയ്ത് നോക്കേണ്ടി ഇത്. ഒരു 6 മണിക്ക് ഫോൺ എടുത്താണെങ്കിൽ ഒരു 7 ആവാണ്ട് നമ്മൾ ഫോൺ വെച്ചിട്ടുണ്ടാവില്ല. സ്കൂളോ വർക്കോ ഒന്നും ഇല്ലാത്ത ദിവസം കേട്ടോ. അതാകുമ്പോൾ വർക്കിന് പോകാനുള്ളതുകൊണ്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ഫോൺ മാറ്റി വെക്കും. നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഡേയിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ എനിക്ക് ഫീൽ ചെയ്ത സംഭവമായിരുന്നു അത്. നമ്മൾ ഈ ഒരു 6:30-ക്കൊക്കെ ഫോൺ എടുത്തത് നമ്മൾ അറിയാണ്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ പിന്നെ നോക്കുമ്പോൾ 8 മണിയായിട്ടുണ്ടാവും. ആ ഒരു ടൈമിന്റെ പ്രത്യേകതയാണ് എന്താ എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് നമ്മളെ അഡിക്ഷൻ ആക്കുന്നുണ്ടാവും, അഡിക്ഷൻ വരുത്തുന്നുണ്ടായിരിക്കും. രാവിലെ നീട്ടി വെള്ളം കുടിക്കുക എന്നുള്ളത് നല്ലൊരു ശീലമാണ്. ഈ അക്യുപഞ്ചറിലൊക്കെ പറയാറുണ്ട് പല്ല് എന്താ പറയുക, പല്ല് തേക്കുന്ന മുന്നേ വെള്ളം കുടിക്കണം എന്നുള്ള സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് നിങ്ങളെക്കായി നിങ്ങളെ ചുറ്റുമുള്ള മനുഷ്യന്മാരെ ബാധിക്കും അത്. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഉണ്ടാവും. ഇവിടെ സ്നിക്കേഴ്സിന്റെ പരസ്യമൊന്നുമില്ല. നിങ്ങളെ വീട്ടുകാരടുത്തിന് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ലേറ്റ് ആവുന്ന മാക്സിമം ലേറ്റ് ആവാണ്ടിരിക്കാം. വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, കാരണം ലോകത്തെ എല്ലാവർക്കും ഒരുപോലുള്ള വികാരം എന്ന് പറയുന്ന വിശപ്പാ. അപ്പോൾ അത് നമ്മളെ പല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നമ്മളെ ചുറ്റുമുള്ള മനുഷ്യന്മാരെ ബാധിക്കും. അതുവഴി പിന്നെ കുറെ പ്രശ്നങ്ങളുണ്ടാവും എന്നില്ലേ. അത് അടിപൊളിയാക്കാം. പിന്നെ രാവിലെ ഫോണൊക്കെ എടുക്കാണ്ടൊക്കെ പറ്റുകയാണെങ്കിൽ പിന്നെ രാവിലെ ചെടിയൊക്കെ നനക്കുക, അങ്ങനത്തെ ഒക്കെ ശീലമുണ്ടവര്. നമ്മൾ കുറച്ച് പ്രായമായ ആൾക്കാർ ചെയ്യുന്ന സംഭവങ്ങൾ അതൊക്കെ. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവർ നടക്കാനൊക്കെ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള ചായക്കടയിൽ പോയിട്ട് ഒരു ചായയൊക്കെ കുടിക്കും. നിങ്ങൾ ചായക്കടയിൽ പോകണമെന്നൊന്നും പറയുന്നില്ല, വീട്ടിൽ നിന്ന് പറ്റുകയാണെങ്കിൽ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കുക. നേരത്തെ എണീക്കുന്നവരാണുങ്ങളാണ് വീട്ടിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചായ ഇടുക. എൻ്റെ വീട്ടിൽ ഞാൻ അഭിമാനത്തോടെ പറയും, ഫസ്റ്റ് ചായ ഉപ്പൻ്റെ ആണ്, ഉപ്പയാണ് ചായ ഇടുക. നല്ല സ്ട്രോങ് ചായ ഉപ്പിടും. അത് രാവിലെ ഉപ്പൻ്റെ കൂടെ ആരാണോ ചായ കുടിക്കാനുള്ളത് രണ്ടാൾക്കുള്ള മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ പറയും ഇത് ഓഫറാണ്, ഇങ്ങനെ ഇപ്പൊ ഒന്ന് എക്സ്ട്രാ ഇട്ടോ പറയും, രണ്ടാക്കി ചായ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വീട്ടിലുള്ള സന്തോഷം കൊണ്ടുവരുത്താനുള്ള ഒരു ഓപ്ഷനും നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവും നിങ്ങൾക്ക്. നേരത്തെ 4:30-ക്കൊക്കെ എണീക്കുന്നവരാണെങ്കിൽ ചിലര് ചായ കുടിക്കുന്നവർ നല്ല ശീലമല്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും. കുടിച്ച് ശീലമുള്ളവരാണെങ്കിൽ ആ സമയത്ത് വീട്ടിലുള്ള ഒരാൾക്കും കൂടെ ഷെയർ ചെയ്യാം. നല്ല സമയം കിട്ടും നമ്മൾ നേരത്തെ ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളെ റിലേഷൻഷിപ്പിനായാലും കാര്യങ്ങളിലായാലും ഒന്നും കൂടെ അടിപൊളിയാക്കാം. അത് പറ്റുന്നവർ ചെയ്യാം. വീട്ടിൽ ചായ കെട്ടി രാവിലെ ഒരു ചെടിയൊക്കെ നനച്ച് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ലൊരു രസം ഉണ്ടായിരിക്കും അതിന്. ഒരു നമ്മൾ സമാധാനമായി നമുക്ക് നല്ല ടൈം. ഞാൻ ഭയങ്കര ടൈം തികയാത്ത ആളാണ്. പിക്ക് ടൈം ഉണ്ടാവുന്ന ദിവസങ്ങളിൽ നേരത്തെ എണീക്കുന്ന ദിവസങ്ങളിലാണ്. ഇതിനെ കുറിച്ച് ആരടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും പറയും മിസ്സിനൊക്കെ ആകെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ടൈമിന് കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്ക് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ടൈം എനിക്ക് എപ്പോഴും തരുന്ന സംഭവം നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. പിന്നെ രാവിലെ പറഞ്ഞാൽ രാവിലെ നമ്മളൊരു ചായയൊക്കെ കുടിച്ച് പഠിക്കാനൊക്കെ ഉള്ളവരാണെങ്കിൽ ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ബെസ്റ്റ് ആയിരിക്കും. ഞാൻ രാവിലെയുടെ ഗുണങ്ങളാണ് പറയുന്നതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ അല്ല? ഓക്കെ. അല്ലല്ല അല്ലല്ല നമ്മള് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞത് 6 ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷെ ഓ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെയാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റും പറയാലോ. സെറ്റാണ്. ആ ഓക്കെ ഓക്കെ. രാവിലെ ഞാൻ ക്യാപ്ഷനോട് നീതി പുലർത്തുകയാണ്. നമുക്ക് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിരുന്ന സംഭവം രാവിലത്തെ ആ ഒരു എനർജി നമ്മളെ ഓൾ ഡേനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഞാൻ അതിനോട് എൻ്റെ വാക്കുകൾ കൊണ്ട് നീതി പുലർത്തിയിട്ടുണ്ട്. എന്തായാലും സന്തോഷം, താങ്ക് യു. പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഇനി ആരെയാണ് അടുത്ത പോയിന്റ് ആയിട്ടോ അല്ല, എന്തെങ്കിലുമൊക്കെ അതിലേക്ക് ഒറ്റൊരു കാര്യം കൂടെ ആഡ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോ നമ്മൾ ചെയ്യാൻ പറ്റാത്തതായിരുന്നു ആദ്യം ഡിസ്കസ് ചെയ്തതെങ്കിലും ചെയ്യാൻ പറ്റുന്നത് പറയുമ്പോൾ മിസ്സിനിപ്പോൾ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞതിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മളുടെ വീട്ടിലുള്ള ഉപ്പ ഉമ്മ ആരാണോ വീട്ടിലുള്ളത് അവർക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക. കവിളിലോ നെറ്റിയിലോ നല്ല മനസ്സറിഞ്ഞ്
അല്ലെങ്കിൽ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവോ ആരാണോ കൂടെ, മക്കളുണ്ടായി മക്കളോ ആരാണോ കൂടെ ഉള്ളത്, അല്ലെ ബ്രദേഴ്സോ ആരാണെങ്കിലും അവർക്ക് നല്ല കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക. അത്രത്തോളം ഒരു ആ ഹഗ്ഗിന് ഒരു 6 സെക്കൻഡ് എങ്കിലും ടൈം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യാം. അത് ഭയങ്കര ഒരു എനർജി ബൂസ്റ്ററാണ്. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പറയുമ്പോൾ ചെയ്യാൻ പറ്റുന്ന പറയുന്ന സമയത്ത് പറയാണ് അതിൽ ഏറ്റവും നല്ല രീതിയിൽ സംഭവം എന്ന് വെച്ചാൽ രാവിലെ തന്നെ ആ ഒരു ബ്ലെസ്സിങ്. നമ്മളിപ്പം പല സെഷനിലും ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ രാവിലെ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഹാബിറ്റ് ട്രാക്കർ യൂസ് ആക്കാൻ ഞാനിപ്പോ ഞാനിപ്പോ ഇങ്ങനെ പറയുന്നു, ഞാൻ ഹാബിറ്റ് ട്രാക്കറിനെ പറ്റി പറയാതെ ഈ ക്ലാസ് എൻഡ് ചെയ്യാൻ വേണ്ടി, പക്ഷെ ആൾക്കാർ ഇത് പരസ്യത്തിന് വേണ്ടി, പക്ഷെ ഇവിടെ ജുമാനമേൻ പറയുന്നുണ്ട് ഇതാ ഹാബിറ്റ് ട്രാക്കർ യൂസ് ആക്കാൻ തുടങ്ങിയപ്പം കുറെ സെറ്റ് ആണെന്ന്. മാഷാ അല്ലാ, താങ്ക് യു മാം. അതാ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഹാബിറ്റ് ട്രാക്കറിലുള്ള കാര്യം കൂടെ ഞാനിങ്ങനെ ഓർത്തെടുത്ത സമയത്ത് അതും കൂടെ ആഡ് ചെയ്താണ്. പിന്നെ ഇതിന്റെ കൂടെ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല സെൽഫ് ഹെൽപ്പ് ബുക്സോ അല്ലെങ്കിൽ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളോ വീഡിയോസോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അല്ല കേട്ടോ, കുറച്ചൊന്ന് ടൈം ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഹഗ്ഗിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇങ്ങനത്തെ ഇപ്പം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ട്രാക്ക് ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ ആയിക്കോട്ടെ, ഉച്ചയ്ക്ക് ആയിക്കോട്ടെ, വൈകുന്നേരം ആയിക്കോട്ടെ, അങ്ങനത്തെ ആളുകൾക്ക് നമ്മളുടെ യുണീക്നെസ് ഹാബിറ്റ്സ് ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ, ഹാബിറ്റ് ട്രാക്കർ വാങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ അതിലൊരു ഏകദേശം 60ഓളം ഹാബിറ്റ് ഉണ്ട്. അത് നമ്മൾ ഏതൊക്കെ ചെയ്യുന്നുണ്ട്, അത് ചെയ്യാത്തത് നമുക്ക് മെല്ലെ മെല്ലെ ഓരോ ദിവസത്തിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇതിവിടെ ജുമാന മാം പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്, ഞാനിതൊന്നും പറയാണ്ട് എന്റെയാണെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഏതായാലും ചെയ്യാൻ പറ്റാത്ത 6 കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നൊരു 10-20 കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലും ഞാനൊന്ന് നോട്ട് ചെയ്യാം, നമ്മളെ ബുക്കിലുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം. എന്നാ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് വാങ്ങിയിട്ടില്ലെങ്കിലും അത് നോട്ട് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പോലെ ഉപയോഗപ്പെടുത്തിക്കോട്ടെ എന്ന് പറയാണ്. ഒരു 5 മണിയാകുമ്പോഴത്തേന് എഴുന്നേക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഞാൻ നമ്മളെ ഹാബിറ്റ് ട്രാക്കറിലുള്ള കാര്യങ്ങൾ നോക്കി വായിക്കാം കേട്ടോ. 5 മണിയാകുമ്പോഴേക്കൊരു ഏർലി മോർണിംഗിൽ വെക്കപ്പ് ചെയ്യുക. രണ്ടാമത്തെ പ്രെയർ ആണ്. ക്യാഷ് ഓൺ ഡെലിവറിയും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ നോർമലി പേയ്മെന്റ് ചെയ്തതിന് ശേഷമാണ് ചെയ്യൽ. നിങ്ങൾ അറിയുന്ന ആളല്ലേ, നമ്മളെ സ്റ്റുഡന്റ് അല്ലേ, നമ്മൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തത് നമ്മളുടെ പ്രെയർ സ്റ്റിൽനെസ് എന്ന് പറഞ്ഞ സംഭവം, പ്രെയറോ മെഡിറ്റേഷനോ യോഗയോ എന്താണോ ഓരോരുത്തരെ ആക്ടിവിറ്റി അത് ചെയ്യുക. കറക്റ്റായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിച്ചു കൊടുക്കുക. ഒരു 3 ലിറ്ററെങ്കിലും മിനിമം, രാവിലെ തന്നെ 3 ഒരു ഫുൾ ഡേയിൽ ഒരു വെള്ളം കുടിക്കുന്ന കാര്യം ഉറപ്പെടുത്തുക. പിന്നെ വിഷ്വലൈസേഷൻ, നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇമോഷണലി ഇങ്ങനെ കണക്റ്റായി ചിന്തിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളത് നേടിയെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷവും സമാധാനമൊക്കെ മനസ്സിൽ കൊണ്ടുവരാം. പിന്നെ കണ്ണാടിന്റെ മുന്നിൽ നോക്കി നമുക്ക് വേണമെങ്കിൽ മിറർ ടോക്ക് ചെയ്യാം, നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നമ്മളുടെ ഈ വിഷ്വലൈസേഷനൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കി മാറ്റാനൊക്കെ. സത്യം പറയാലോ, ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെ എൻ്റെ വിഷൻ ബോർഡ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ മാർച്ച് എൻഡ് അല്ലേ, മാർച്ച് എൻഡ് ആയപ്പോഴേക്ക് ഇതിലുള്ള 4 കാര്യങ്ങൾ ഈ വർഷത്തത് കഴിഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ ജസ്റ്റ് അതിങ്ങനെ അത് അപ്രതീക്ഷിതമായിട്ട് വേറെ ഏതൊക്കെയോ റൂട്ടിലൂടെ എത്തിപ്പെടുകയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ അൽഹംദുലില്ലാ. പിന്നെ സ്ക്രീൻ ടൈമിന്റെ കാര്യം പറഞ്ഞു, സ്ക്രീൻ ടൈം ഒഴിവാക്കുക. പിന്നെ ഹഗ് ഓർ കിസ് യുവർ പാരൻസ് ഓർ ലൈഫ് പാർട്ട്ണർ, അല്ലെങ്കിൽ മക്കള്. പിന്നെ സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കാൻ ശ്രമിക്കാം. ഖുറാൻ അല്ലെങ്കിൽ ഹോളി സ്ക്രിപ്ചേഴ്സ്, വേദഗ്രന്ഥങ്ങൾ വായിക്കാൻ ശ്രമിക്കാം. മെഡിറ്റേഷൻ ഓർ യോഗ പറഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം, പോസിറ്റീവ് അഫർമേഷൻസ് എഴുതാം, എക്സസൈസ് ചെയ്യാം, അല്ലെ നടക്കാൻ പോവാം, അല്ലെങ്കിൽ ജിമ്മിന് പോവാം. സ്പെൻഡ് ടൈം വിത്ത് നേച്ചറുമായിട്ട് കുറച്ചൊരു സമയം സ്പെൻഡ് ചെയ്യുക. നല്ല ഫ്രഷ് എയർ ഒക്കെ ബ്രീത്ത് ചെയ്ത് ചെറിയൊരു വെയിലൊക്കെ കൊണ്ട് അതൊരു വെയിൽ കൊള്ളാന്നൊക്കെ, ഇതൊക്കെ ഓരോ ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. പിന്നെ നേരത്തെ മിസ്സിന് പറഞ്ഞ പോലെ പൂച്ചയ്ക്കോ അല്ലെങ്കിൽ കിളികൾക്കോ അല്ലെങ്കിൽ ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കുക, അങ്ങനെയെങ്കിൽ നേച്ചറുമായിട്ട് ഒന്നും കൂടെ കണക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിവിങ് മെന്റാലിറ്റി. അതേപോലെ ആരെങ്കിലും ഒന്നിനെ സഹായിക്കുക, ചെറിയ രീതിയിലെങ്കിലും ഒരു 10 രൂപ 5 രൂപ എന്തെങ്കിലും കൊടുത്തിട്ട്. അത് കഴിയൂലെന്നുണ്ടെങ്കിൽ ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യുക, നല്ല ഒരു ഫ്രഷ് ചിരി അങ്ങ് പാസ്സാക്കുക. ഒരു ചിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ചിരി അങ്ങ് കൊടുക്കുക. പിന്നെ സൺലൈറ്റ്, നല്ല അടിപൊളി ഷവർ ചെയ്യുക, റിഫ്രഷിങ് കോൾഡ് ഷവർ. പിന്നെ ചെറിയ രീതിയിൽ നല്ല പെർഫ്യൂമോ സ്കിൻ കെയർ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ, ഭയങ്കര പുട്ടി അടിക്കണമെന്നല്ല പറയുന്നത്, ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെറിയ എന്തെങ്കിലും. പിന്നെ ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ്,
പിന്നെ വേറൊരു കാര്യം കൂടെ, സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും ഫാമിലിക്കും വേണ്ടിയിട്ട്, വൈഫ് ഹസ്ബൻഡ് മക്കൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ടും ഹൃദയം അറിഞ്ഞ് പ്രാർത്ഥിക്കുക. ദുനിയാവിലും ആഖിറത്തിലും വിജയം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ മിസ്റ്റർ പറഞ്ഞ പോലെ നമ്മളുടെ ഫാമിലിയിലുള്ള വൈഫിനെയോ ഹസ്ബൻഡിനെയോ പാരൻസിനൊന്ന് ഹെൽപ്പ് ചെയ്യുക. എന്തെങ്കിലും രീതിയിൽ ചായ ഉണ്ടാക്കാനോ, എന്തെങ്കിലും മുറിച്ചിട്ട് കൊടുക്കാനോ, വാഷ് ചെയ്യാനോ, എന്തെങ്കിലും ക്ലീൻ ചെയ്യാനോ, എന്തിലെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഈ കാര്യങ്ങൾ എല്ലാം കൂടെ ഒന്നും ഒരാൾക്ക് ചിലപ്പോൾ ഒരു ദിവസം ചെയ്യാൻ പറ്റിക്കോളന്നില്ല, പക്ഷേ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു സമയത്ത് ഇന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ അധിക ദിവസങ്ങളിലും പറ്റുന്ന കാര്യം ഒരു 90% ഫോളോ ചെയ്ത് പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഏതായാലും അതെ അതെ, അത്താണിയിലേക്ക് 20 രൂപ, അതെ അതെ, അത് നമ്മൾ ചെയ്യാം. എല്ലാ മാസവും 2-ാം തീയതി നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിനെക്കുറിച്ച്. നിസാർക്ക് അത് ചെയ്യുന്നുണ്ട് അല്ലേ? താങ്ക് യു നിസാർക്ക്, താങ്ക് യു സോ മച്ച്. രാത്രി കിടക്കുമ്പോൾ നല്ല പോസിറ്റീവായി ഉറങ്ങിയാൽ രാവിലെ എണീക്കുമ്പോൾ നല്ല പോസിറ്റീവായിരിക്കും. യെസ് അസ്ന മാം, കറക്റ്റാണ്. നമ്മൾ പിന്നെ ഇപ്പോൾ മോർണിംഗ് മാത്രം ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇത് മാത്രം പറഞ്ഞത്. രാത്രി ഉള്ളത് പറയുകയാണ്, ഇനി ചിലപ്പോൾ നാളെ രാത്രി വരെ പറയാൻ മാത്രം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം അതിലേക്ക് ഡിസ്കഷൻ കൊണ്ടുപോകുന്നില്ല. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് മോർണിംഗ് റൂട്ടീൻസുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഏതായാലും ഞാൻ ഇന്ന് ഈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കാളും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു വിചാരിച്ചു. പക്ഷേ ഇപ്പോഴാണ് മിസ്സിനൊന്ന് കണക്ട് ചെയ്തപ്പോഴാണ് ടോപ്പിക് ഒന്ന് ഫുള്ളായതെന്ന് തോന്നുന്നു. ദറ്റ് മീൻസ് ചെയ്യാൻ പറ്റാത്തതും ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഒന്ന് റിമൈൻഡ് ചെയ്തു എന്ന് മാത്രം. ഏതായാലും താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ, ഇതൊന്നും അല്ലാത്ത എന്തെങ്കിലും, ഇതിപ്പോൾ നമ്മളിപ്പം ലിസ്റ്റ് ഔട്ട് ചെയ്തത് നമ്മളുടെ ഹാബിറ്റ് ട്രാക്കറിലും കൂടെ ഉള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തേ ഉള്ളൂ. ഇതിലേക്കും ഇനിയും സ്വന്തം നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന വേറെ എന്തെങ്കിലും നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിനും കൂടിയാണല്ലോ നമ്മൾ സാധാരണ പെയ്ഡ് സെഷനിലൊക്കെ നമ്മൾ മറ്റേ കമൻറ്റിങ് ഓപ്ഷനൊക്കെ ഓഫാക്കി വെച്ചിട്ട് സംസാരിക്കാറല്ല. ഇത് മറ്റേ കമൻ്റ് അല്ല, മറ്റേ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വെക്കാറുണ്ടല്ലോ. ഇത് ഓപ്പൺ ആക്കി വെച്ചത് അഭിപ്രായങ്ങൾ കേൾക്കാനും കൂടി വേണ്ടിയിട്ടാണ്. സമീഹ മാം പറഞ്ഞോളൂ. അസ്സലാമലൈക്കും. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു, ആയിക്കോട്ടെ അഫ്സൽ സാർ ആയിക്കോട്ടെ പറഞ്ഞു. നമ്മളിപ്പോ ശരിക്കും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇന്നലെ നൈറ്റ്. അപ്പം നൈറ്റിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റിന് പുറത്താണ് ഞാൻ ഇന്ന് കയറിയിരിക്കുന്നത്. ഓക്കെ, ഇന്നിങ്ങനെ ഒരു വാട്സപ്പ് ഇങ്ങനെ ഒരു ലിങ്ക് ഉണ്ടെന്ന് കണ്ടതും പെട്ടെന്ന് ജോയിൻ ചെയ്തു. ലിങ്കിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എവിടെ ലിങ്ക് എന്നുള്ള രീതിയിൽ. സോ താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഇപ്പോൾ മോർണിംഗ് എനിക്ക് പറയാനുള്ളത്, മാക്സിമം ഒരു 4:20 4:30 ആവുന്ന ടൈമിൽ എണീക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം തഹജ്ജുദിനൊക്കെ നീക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. തഹജ്ജുദ് 2 റക്അത്തല്ലേ, ഇപ്പോൾ 2 മണി മുതൽ 4:30 വരെയാണ് ടൈം വരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതും പെട്ടെന്ന് പഠിച്ചവനുമായിട്ട് അടുപ്പം വരുന്നതും തഹജ്ജുദിന്റെ സമയമാണ്. ആ സമയത്ത് നമ്മൾ മനമൊരുകി പ്രാർത്ഥിച്ചാൽ, പഠിച്ചവനോട് സിൻസിയറിറ്റി ആയിട്ട് പ്രാർത്ഥിച്ചാൽ ഡെഫിനറ്റ്ലി ഷുവറായിട്ടും നമുക്ക് അതിനുള്ള ഉത്തരം ഓൺ സ്പോട്ടിൽ അല്ലെങ്കിൽ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ മെഡിറ്റേഷൻ അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക കാര്യങ്ങളൊക്കെ ചെയ്താൽ ഷുവറായിട്ടും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ എണീക്കുകയാണെങ്കിൽ, ഞാനൊക്കെ പറഞ്ഞ 4:20 ആവുന്ന സമയത്ത് എണീക്കലുണ്ട്. അലാറം വെക്കലില്ല. അലാറം വെക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കലി എണീക്കാറുണ്ട്. ഞാനിത് 5ാം ക്ലാസ് തുടങ്ങിയിട്ടുള്ള ഒരു ഇതാണ്, ഹോബിയാണ്, ഹാബിറ്റാണ്. സോ 5ാം ക്ലാസ്സിലെ ഞാൻ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അലാറം വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഈ താജത്തൊക്കെ സ്കെച്ച് കഴിഞ്ഞ സമയത്ത്, ഈ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എന്നാല് ചായ കുടിക്കുമായിരുന്നു കേട്ടോ. നല്ല സ്ട്രോങ് ഉള്ള ചായയും 2-3 റസ്ക്കും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുമായിരുന്നു. അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ബൂസ്റ്റാണ്. പിന്നെ നമ്മൾ ചെടി നനയ്ക്കുക, ഒരു സെൽഫ് ലോന്റെ ഭാഗമായിട്ട് നമ്മൾ ചെടി നനയ്ക്കുന്നുള്ള ഉദ്ദേശത്തിൽ ചെടി നനയ്ക്കുക, പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴൊക്കെ നമുക്കും കൂടിയാണ് അതിൻ്റെ ഒരു ഇത്. അത് ബിസ്മി ചൊല്ലി ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു നീയത്തും കൂടി വെക്കണം.
അപ്പോഴാണ് അതിന്റെ ഒരു ഇമ്പാക്റ്റ് കൂടുതൽ വരിക എന്നാണ്. അപ്പൊ ഇതൊന്ന് ആഡ് ചെയ്യണം എന്ന് തോന്നി. സോ താങ്ക് യു സോ മച്ച്. കേട്ടതിനും ഇങ്ങനെ ജോയിൻ ആകാൻ പറ്റിയതിനും എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. പഠിച്ചവന് ഹൈറും ബർക്കത്തും നൽകട്ടെ. ഈ ഒരു ഒരുമിച്ച് കൂടലിന് നാളെ പഠിച്ചവൻ ചോദിക്കും, അതിനുള്ളൊരു മറുപടി പറയാൻ പറ്റട്ടെ. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. താങ്ക് യു രമ്യ, താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഫീഡ്ബാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഹയ പറഞ്ഞോളൂ. സത്യം പറഞ്ഞാൽ ഇന്ന് എക്സാം കഴിഞ്ഞിട്ടുള്ളൂ പബ്ലിക്. അടിപൊളി. എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്താ അറിയോ, അടുപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാം വന്നപ്പോ സത്യം പറഞ്ഞാണ്ടല്ലോ, എല്ലാ എന്താ പറയാ, ഇത് മെസ്സേജ് കാണാതെ ട്ടോ എല്ലാ ശനിയാഴ്ചയും മൈൻഡിക്ക് വരും. ഹയാ ഇന്ന് യൂണിറ്റ് ടോക്ക് ഉണ്ട്, ജോയിൻ ചെയ്യ്. പക്ഷെ എക്സാം ആയതുകൊണ്ട് കുറച്ചൊക്കെ എന്താ പിടിച്ചു വെച്ച്, അത് കഴിഞ്ഞെങ്കിൽ ഫുള്ള് ഇതൊക്കെ തന്നെ വരാലോ വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ ഞാനൊരു ചെറിയ കാര്യം കൂടി ആഡ് ചെയ്താ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഞാനും എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ചെറുപ്പം തൊട്ടിട്ട് ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ നല്ല ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ ഇത് നമ്മൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ അല്ലേ. ഇത് ഈ മോട്ടിവേഷൻ വെച്ചിട്ട് നമ്മൾ നാളെ നീക്കും എന്ന് വിചാരിച്ച് അലാറൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോ നീച്ചിട്ടില്ലെങ്കില് നീച്ചിട്ടില്ലെങ്കില് നമ്മൾ അപ്പൊ നമ്മുടെ മൈൻഡിൽ ഫിക്സ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ പ്ലാന് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്യും, ഇതിങ്ങനെ നടക്കൂല. കാരണം എന്താ പറയുക, ഇത് ഞാൻ പറയാൻ കാരണം ഈ 4 മണിക്ക് എഴുന്നേക്കുക, മോർണിംഗിൽ നീക്കുക നമ്മൾ പലയിടത്തും കേൾക്കുന്നതാ. അപ്പൊ ഈ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടി നമ്മളൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരു തവണ ഫെയിലായ ആൾക്കാരായിരിക്കും ഇവിടെ ഇരിക്കുന്നവരൊക്കെ. അതായത് നമ്മൾ വിചാരിച്ച ടൈമിൽ നടക്കണം എന്നില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് അത് നടന്നിട്ടില്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആവാതിരിക്കുക, അതാണ് ഫസ്റ്റ്. കാരണം ഡിസപ്പോയിന്റഡ് ആയി കഴിഞ്ഞാൽ അത് മൈൻഡിക്ക് ആ ഒരു നെഗറ്റിവിറ്റി കയറി കഴിഞ്ഞാൽ ആ ഫുള്ള് ഡേ അങ്ങോട്ട് പോകും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിലേ, ഇപ്പൊ നാളെ നീ 4 മണിക്ക് എഴുന്നേക്കാൻ അലാറം വെച്ച്, ഓക്കെ. 4 മണിക്ക് എഴുന്നേറ്റില്ല, 5:30 ബാങ്ക് കൊടുക്കുമ്പോഴാണ് എഴുന്നേറ്റെന്ന് വിചാരിക്കുക. നമ്മുടെ മനുഷ്യന്മാരാണ്, ഉറങ്ങിപ്പോവൊക്കെ ചെയ്യും. അപ്പൊ അങ്ങോട്ട് മൂഡ് പോയി, അയ്യോ എന്റെ ഡേ പോയി, ഞാൻ വിചാരിച്ച പോലെ ഒന്നും തുടങ്ങിയില്ല, നടന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നവരെ കണ്ടിക്കണേ. അപ്പൊ എന്ത് ചെയ്യാ, കണ്ടിന്യൂ ചെയ്യാ, ബാക്കി കണ്ടിന്യൂ ചെയ്യാ. നെക്സ്റ്റ് ബാക്കി നമ്മുടെ റുട്ടീൻ ഉണ്ടല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് എഴുതുക, അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോക്കെ, നെക്സ്റ്റ് ഡേ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ എക്സോസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ ഈ കേട്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ഹഫ്സൽ സാറ് കേട്ട കാര്യങ്ങൾ നാളെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് സെറ്റ് ഇത് ഞാൻ ചെയ്തിരിക്കും പറഞ്ഞ ഇറങ്ങിയിട്ട് നാളെ അഫ്സൽ സാറ് മെസ്സേജ് അയക്കും, ഒക്കെപ്പാട് ഇതൊന്നും ഇന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല, ഇത് കൂട്ടിയാ അല്ല, കൂടാൻ പറ്റും. സത്യം പറഞ്ഞ അല്ല, ആരും ഇത്ര വരികയാണ്. ഞാൻ പറയട്ടെ, ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പൊ എന്റെ വീട്ടിലിട്ടോ അഫ്സൽ സാർ ഇത് കേൾക്കണം, ഞാൻ സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു യുണീക്നെസ് ഫെസ്റ്റിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങള്. അതിപ്പോ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അൽഹംദുലില്ലാ ഞാൻ പറയാണ്, ഇവിടെ ഷെയർ ചെയ്യാണ്. തഹജ്ജുദ് ആയിക്കോട്ടെ, ലുഹ ആയിക്കോട്ടെ, റവാത്തിബ് നിസ്കാരം ആയിക്കോട്ടെ, ഇതൊക്കെ ഇപ്പോഴും എന്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് പോകുന്നുണ്ട് അൽഹംദുലില്ലാ. കണ്ടിന്യൂസ് ആയി പോകുന്നുണ്ട്. ഇപ്പൊ എക്സാം ഒക്കെ കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള ടൈം പഠിച്ചോൻ തരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടേതായ റുട്ടീൻ നിങ്ങൾക്ക് എപ്പോഴും വേണം. ഇപ്പൊ സാറിന്റെ ഹാബിറ്റ് ട്രാക്കർ കിട്ടി, അടുത്ത ദിവസം ആവേശത്തിൽ പോയിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോ ആ ഹാബിറ്റ് ട്രാക്കർ അൽമാരയിൽ ഏതെങ്കിലും മൂലൊക്കെ ഉണ്ടാവും. അങ്ങനെ ആവുന്നവരുണ്ട്, കുറെ ഗൈഡും കാര്യങ്ങളൊക്കെ മേടിച്ച് യൂസ് ചെയ്യാത്ത. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമുക്കൊരെപ്പോഴും ട്രാക്ക് കമ്പയർ ചെയ്യാതിരിക്കുക. ഇപ്പോ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളെക്കാൾ ഏജ് കുറഞ്ഞവര് അടിപൊളിയായി ജീവിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെക്കാൾ ഏജ് കൂടിയവരായിരിക്കും ചിലപ്പോൾ ലൈഫ് ഇപ്പോഴേക്കാൾ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ഓരോരുത്തരും ഓരോ ടൈം ഉണ്ട്. അപ്പൊ സാറിനൊരു ചെറിയൊരു കാര്യം കൂടി രാവിലെ ചെയ്യാൻ ആഡ് ചെയ്യാം കേട്ടോ. മനസ്സിൽ സംസാരിച്ചിട്ടുണ്ടാവും തഹജുദിന്റെ ടൈമില്, ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ എന്തായാലും ചെയ്ത് നോക്കണം, എന്നിട്ട് പറയണം കേട്ടോ അടുത്ത യൂണിറ്റ് ടോക്കില്. മനസ്സിൽ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗിയുണ്ട്. കാരണം എന്താ അറിയോ, നമ്മൾ മൈൻഡിൽ നമ്മൾ സംസാരിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ എത്ര നെഗറ്റീവ് എൻവയോൺമെന്റിക്ക് പോയാലും നമ്മുടെ മൈൻഡ് അവിടെ സംസാരിക്കും. അതായത് ഇപ്പൊ ഒരു ട്രാക്ക് റോങ് ട്രാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ വിചാരിക്കുക, ഇമാജിൻ ചെയ്യാം, ഓക്കെ. അപ്പൊ ആളുടെ മൈൻഡ് പറയും, ഹയാ ഇതിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ഇത് എനക്ക് ദോഷം ചെയ്യും, അല്ലെങ്കിൽ 2 ചെവി അടച്ചു പിടിച്ചോ, അവിടെ ഫുള്ള് കുറ്റം പറയലാണ്. ഉള്ളിൽ നമുക്ക് അടക്കാൻ കഴിയും. അതായത് നമുക്ക് നമ്മളെ ഒരു ഡയറക്ഷനിക്ക് കൊണ്ടുവരാൻ വയ്യാന്ന് പറയുന്ന ഒരു ബ്യൂട്ടി അല്ലേ, അത് പടച്ചോൻ തരും. അത് ഈ രാവിലെ നീക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടോ, നിങ്ങൾ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്താൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ലൈഫില്. മൈൻഡിൽ സംസാരിക്കുക. മൈൻഡിൽ സംസാരിക്കാൻ തുടങ്ങിയ എന്താ,
ഇപ്പൊ സാറ് പറഞ്ഞ കുറെ കാര്യങ്ങള് ചെവി കൊണ്ട് കേൾക്കുന്നവരുണ്ടാവും, മനസ്സുകൊണ്ട് കേൾക്കുന്നവരുണ്ടാവും, ഹൃദയം കൊണ്ട് കേൾക്കുന്നവരുണ്ടാവും. മൂന്നാ, ഭയങ്കര ഡിഫറൻസാ. ഹൃദയം കൊണ്ട് കേൾക്കുന്നവർക്ക് ഒരു ഗൂസ് ബംസ് വരും, ശരിയല്ലേ? എന്താ രോമാഞ്ചൊക്കെ ഇങ്ങനെ എഴുന്നേറ്റിക്കും. ചെവി കൊണ്ട് കേൾക്കുന്നവർക്ക് ഒരു ഫീലും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കേൾക്കും. ഞാൻ അങ്ങനെ കുറെ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഡിസപ്പോയിന്റഡ് ആവരുത്. കാരണം ആദ്യം കേൾക്കുമ്പോ വെറും ചെവിയെ തുറക്കുള്ളൂ. അതാ സത്യം. ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതാണ്. ആദ്യം ഞാൻ കുറേ കാര്യങ്ങൾ കേട്ടിരുന്നു കേട്ടോ. അതായത് ചെവിയിൽ കേൾക്കുന്നുണ്ട്, പിന്നെ അത് മൈൻഡിലേക്ക് എത്തി. ഇപ്പോഴാ അൽഹംദുലില്ലാ ഹൃദയത്തേക്ക് എത്താൻ തുടങ്ങി. അതിനൊരു ടൈം എടുക്കും. ആ ടൈം നമ്മൾ എന്ത് ചെയ്യുക? എൻജോയ് ചെയ്യുക. എല്ലായിടത്തും അള്ളാനെ കാണാൻ പറ്റും. അതതിന്റെ ബ്യൂട്ടി. എല്ലായിടത്തും ദൈവത്തിനെ കാണാൻ പറ്റും. അത് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ രാവിലെ തഹജ്ജുദിന്റെ സമയത്തൊക്കെ ലൈറ്റ് ഓഫ് ആക്കി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. ലൈറ്റ് ഓഫ് ആക്കി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആകാശത്ത് ലൈറ്റ് ഒക്കെ മിന്നുണ്ട്. ഓരോ ദിവസമൊക്കെയോ ഒരു തവണ എനിക്ക് അങ്ങനത്തെ, ഒരു തവണ എന്നല്ല 2-3 തവണ ഉണ്ടായിട്ടുണ്ട്. ഒറ്റക്കായതുകൊണ്ട് പിന്നെ എനിക്ക് പേടിയായതുകൊണ്ട് ഒറ്റക്കല്ലേ. കാരണം നല്ല രസാണ്. ഒന്ന് നോക്കി നോക്ക്. നാളെ മനസ്സിലൊന്ന് സംസാരിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ഒരു കൺട്രോളിലാവും. നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങളുടെ കൺട്രോളിലാവും. ഒക്കെ ഒരു ട്രാക്കിൽ കൂടെ പോവും ഇൻഷാ അള്ളാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹയ, താങ്ക് യു സോ മച്ച്. അടുത്ത ആരാണ്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. താങ്ക് യു ട്ടോ. ഇന്നിപ്പോ കൊറേ കാര്യങ്ങൾ കിട്ടി. ഞാൻ രാവിലെ കുറച്ച് മടിയുള്ള ആളാ. അപ്പൊ എനിക്ക് പ്രത്യേകമായിട്ടും ഉപകാരപ്പെട്ട, ഞാൻ എന്നും അലാരം ചില നിശാസ്കരിക്കാണ്ട് കടുക്കും. സുബീന്റെ തഹജ്ജുദിനും ആ ടൈമിൽ എണീറ്റ് കടുക്കാൻ വിചാരിച്ചു. അപ്പം എന്താവും, നേരത്തെ ഒരു 3 സംതിങ്ങിന് എണീറ്റ് വിചാരിക്കും, പിന്നെ നിസ്കരിക്കാൻ വിചാരിച്ച് കടുക്കും, പിന്നെ നിസ്കരിക്കുക സുബി കഴിഞ്ഞിട്ടേക്കും. അപ്പൊ എനിക്കൊക്കെ പറ്റിയ ക്ലാസ് അന്നത്തത്. അൽഹംദുലില്ലാ. അപ്പൊ പഠിച്ചവൻ എന്നെ ഇതിലേക്ക് എത്തിച്ചതിന് അൽഹംദുലില്ലാ, സർവസ്തുതിയും റബ്ബിന്. അത്രേ ഉള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് വേറെ പറയാനൊന്നുമില്ല. കൊറേ കേട്ടു, കൊറേ ടൈം ആയില്ലേ. താങ്ക് യു. ജസാക്കല്ലാഹു ഖൈറൻ കസീറ ഫി ദുനിയ വൽ ആഖിറ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വേറെ ആരാണ്? വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇല്യാസ് ഖാനെ കാണുന്നുണ്ട്, സ്വന്തം ആള് വന്നിട്ടുണ്ട്. ഞാൻ ഇല്യാസ് ഖാൻ, ഓപ്പൺ ആക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും ഓരോരുത്തർ ഇങ്ങനെ പറയാനുള്ളത് ഇങ്ങനെ ഒരുക്കത്തിലാണ്. അപ്പൊ പിന്നെ ഒക്കെ ഇങ്ങനെ കേട്ടിരിക്കാന്ന് വിചാരിച്ചു. ഭയങ്കര രസമുണ്ട്. കാരണം നമ്മളന്ന് നൂർ റൂഹില് പറഞ്ഞത് കുറെ കാര്യങ്ങള് കുറെ ആളുകൾ ഇങ്ങനെ സ്വയം എക്സ്പീരിയൻസിൽ ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. മാഷാ അല്ലാ. എന്തായാലും ഈ ഞാൻ ആദ്യം ഇങ്ങനെ ലാസ്റ്റ് 6ാമത്തെ പോയിന്റ് പറയുന്ന നേരത്തെ ഞാൻ ഓൺലൈനിൽ കയറുന്നത്, പക്ഷെ 6ാമത്തെ പോയിന്റ് ഞാൻ കേട്ടതുമില്ല. കാരണം അപ്പോഴേക്കും മോന് വീണാണ്ട് ചെറിയൊരു ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞു. അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ക്ലാസ് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ അപ്പോഴാണ് മിസ്സിന്റെ ഒരു പിന്നെ ശേഷമുള്ള ഫീഡ്ബാക്ക് വന്നത്. എന്ത് ചെയ്യരുത് എന്നുള്ളിടത്ത് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിലേക്ക് ചർച്ച മാറിപ്പോയതൊക്കെ. എന്തായാലും ഭയങ്കര രസമാണ്. അതായത് എന്താണ്, നേരത്തെ ആരായിരുന്നു, സമീഹ അല്ലെ? സമീഹ പറഞ്ഞ പോലെ ഈ പ്രവാചകരുടെ ഒരു ചര്യയുണ്ട്, പ്രവാചകരുടെ ഒരു ശൈലിയുണ്ട്. രാവിലെ നേരത്തെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാല് ആ ഇരുത്തങ്ങനെ ഇരുന്ന് സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കും. റസൂൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഒരാൾ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ദുനിയാവിലുള്ള സർവ്വതും കിട്ടുന്നേക്കാളും മോൻ അത് മതി എന്നുള്ള. എന്നിട്ട് കഴിഞ്ഞിട്ട് സുബഹി നിസ്കരിച്ചിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ എവിടെ നിന്നാണോ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലും, ഖുർആൻ ഓതും, അങ്ങനെ അങ്ങനെ ചെയ്യാനുള്ളതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് സൂര്യന് ഉദിച്ചു കഴിഞ്ഞതിന്റെ ശേഷം കുറച്ച് വെള്ളം കുടിക്കും, ലഘുവായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പൊ ചിലപ്പം കാരക്ക കൈകാരം ഒരു 2-3 കാരക്ക ഉണ്ടാക്കും. അത് 3 വിരലേറ്റേ പിടിക്കുകയുള്ളൂ. 3 വിരലേറ്റ് പിടിച്ചിട്ട് ആദ്യം അത് കഴിച്ചു കഴിഞ്ഞൊരു വെള്ളം കുടിച്ചിട്ട് നടുവിരലും ചൂണ്ടുവിരലും തള്ളവിരലും പിന്നെ മോതിരവിരലും പിന്നെ ചെറുവിരലും, അങ്ങനെയാണ് ഈ വിരൽ മുമ്പേണ്ട രൂപം എന്നാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും, പ്രവാചകരുടെ പ്രാർത്ഥന. അതായത് ഉമ്മത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, റസൂലിന് ഒറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അല്ല, എന്റെ കാര്യം കഴിച്ചിലാക്കണേ എന്നുള്ളതല്ല. അപ്പോഴൊക്കെ ഉമ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകും. പഠിച്ചവൻ എന്റെ ഉമ്മത്തിന് പ്രഭാതത്തിലെ ബർക്കത്ത് നൽകണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഇതൊരു രസീകര. എന്നിട്ട് പിന്നെ ആ ഒരു സമയത്ത് നമ്മള് ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ടാകും, ഈ സുബൈന്റെ ശേഷം കടന്നുറങ്ങിയാല് ശൈത്താൻ വന്നിട്ട് ചെവിന്റെ ഉള്ളിൽ മൂത്രയിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ അങ്ങനെ സംഗതി? ശരിക്ക് ഇവരിസ് ഇങ്ങനെ വന്നാണ് സിബ് അയക്കുന്നു, മൂത്രയിക്കുന്നു, അങ്ങനെ സംഭവം ഉണ്ടാവുമോ? ശരിക്കത് അതൊരു നമ്മൾ എങ്ങനെ പറയാ അറിയോ, അതൊരു ടേമാണ്. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അത് ചിലപ്പം പിഴവുണ്ടാവും, അല്ലാഹു ആലം. എന്തെങ്കിലും ആരെങ്കിലൊക്കെ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലൊക്കെ തിരുത്തി തന്നോളൂ എന്ന് വിചാരിക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. യെസ്. അതായത്
ശരിക്കും സുബഹിന് ശേഷം നമ്മൾ ഉറങ്ങാൻ പാടില്ലാന്ന് ശരിയാണ്. പഠിച്ച യെസ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. സുബഹിന് ശേഷം അതെ. ഉറങ്ങുന്നവർക്ക് നാശാണ് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതായത് ടയേർഡ് ഈ ഈ- ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. നമ്മള് ഡയലി നോക്കി അതായത് നമ്മള് ചെവിയിൽ മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞാലൊക്കെ സംഗതി എന്താ വെച്ചാല് നമ്മുടെ ബാലൻസ് നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ചെവിന്റെ ഉള്ളിലുള്ള ഒരു ഫ്ലൂയിഡ്, അതാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മുടെ ഒരു ബോഡിയുടെ ബാലൻസിങ്, ആ ഒരു ഫ്ലൂയിഡിന്റെ, നമുക്ക് ചെവിക്ക് ഒരാൾക്ക് ഒരു അടി കിട്ടി എത്ര ശക്തനാണെങ്കിലും ചെവി ഇടയ്ക്ക് ഒന്ന് കിട്ടി കഴിഞ്ഞ് വീടും ബാലൻസ് പോകും. എന്ന് വെച്ചാല് ഇബിലീസ് മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞത് ആ ബാലൻസ് നഷ്ടപ്പെടുത്തുന്ന അർത്ഥം. സുബഹി പതിവാക്കിയ ഒരാൾക്ക് ശരിക്കും മനസ്സിലാകും, അയാൾക്ക് സുബഹി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ദിവസം മൊത്തം അയാൾക്ക് ബാലൻസ് പോകും. സംഭവമൊക്കെ നടക്കുന്നുണ്ടാകും, ബട്ട് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകൂല. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് എത്ര പഴച്ചിട്ടാണെങ്കിലും അയാൾക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. എന്ന് വെച്ചാല് ഞാന് അന്ന് നൂറ റൂഹിന്റെ ഇതിൽ പറഞ്ഞതുപോലെ, നമ്മൾ നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോഴും ദിക്കറിനെ കുറിച്ച് പറയുമ്പോഴും ഖുർആനോത്തിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പേടിയാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മളിങ്ങനെ കുറെ നിസ്കരിച്ച് കുറെ ദിക്കറ് ചൊല്ലി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, അതായത് നമ്മുടെ തലച്ചോറ് എന്ത് ചിന്തിക്കും, ഞാൻ ഇപ്പൊ അത്യാവശ്യം നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പൊ ദിക്റ് ചെല്ലുന്നുണ്ട്, പഠിച്ചോൻ എന്നെ ഇഷ്ടയിക്കാരം എന്നുള്ള തോന്നല് തലേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഈ തലേന്ന് ഹൃദയത്തിക്ക് അത് പിന്നെ ഇറങ്ങും, ഞാൻ ഭയങ്കര ദാക്കിറാണ് എന്നുള്ളത് ഇറങ്ങും. അത് ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ അയാൾ ചെയ്യുന്നതൊക്കെ വെറുതെ എടുക്കുന്ന പണിയാവും. ഞാൻ പറയുന്ന പോലെ, അതായത് 1,25,000 പരം നബിമാരെ ഇബിലീസ് കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ എങ്ങനെ പഴപ്പിക്കണം എന്നുള്ളതും ഇബിലീസിന് അറിയാം. അവരെങ്ങനെയാണ് ആൾക്കാരെ നന്നാക്കുക, അതുകൊണ്ട് എങ്ങനെയാണ് അതിൽ നിന്ന് കേടെടുത്താൻ കഴിയുക എന്നുള്ളത് അറിയും. അപ്പൊ നമ്മൾ എന്ത് കാര്യം, നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോഴും ഞാൻ അന്ന് അത്യാവശ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നും പടച്ചോനെ ഞാൻ അനക്കും വേണ്ടി ചെയ്തിട്ടുണ്ട്, ഇത് സ്വീകരിച്ചാൽ അൽഹംദുലില്ലാ എന്നുള്ള ലെവലിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുക. പറയുന്ന പോലെ പ്രശ്നമേ അള്ളാഹു എനിക്കൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളിടത്തുനിന്ന് പ്രശ്നമേ എനിക്കൊരു അള്ള ഉണ്ട് എന്നുള്ള ലെവലിലേക്ക് മാറുക. അന്ന് നൂറ റൂഹിൽ സംസാരിച്ച സമയത്ത് ഒരാൾ ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നല്ലോ, ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ വെയിലുണ്ടെങ്കിൽ ഞാൻ എന്റെ പഠിച്ചവനോട് പറയും, പഠിച്ചവനെ നല്ല വെയിലാണ് കേട്ടോ. അത് ഭയങ്കര എന്തൊരു നിഷ്കളങ്കായിട്ടുള്ള ഒരു ബോണ്ട് ആലോചിച്ച് നോക്കി. രാവിലെ തന്നെ നമ്മൾ രാവിലെ ഉണരുന്നു, നിസ്കാരം കഴിയുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രഭാത കൃത്യങ്ങൾ കഴിയുന്നു, എന്നിട്ട് പഠിച്ചവനോട് പറയാണ്, പഠിച്ചവനെ ഞാൻ എന്റെ ദിവസം തുടങ്ങുകയാണ്. എന്തെങ്കിലും തെറ്റുകൾ എന്തായാലും ഉണ്ടാകും, തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യന്മാരുണ്ടാകും. നമ്മൾ എത്രയൊക്കെ നിസ്കരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും, നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിലും തെറ്റുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. തെറ്റ് ചെയ്യാത്തൊരു ജനതയെ പഠിച്ചവന് ആവശ്യമില്ല. ഓരോ തെറ്റ് ചെയ്തിട്ടും പഠിച്ചവന്റെ അടുക്കലേക്ക് പിന്നെയും മടങ്ങി ചെന്നിട്ട് പഠിച്ചവനെ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുക എന്നുള്ളതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ആ കൂട്ടത്തിൽ പെടുക. നമ്മൾ കുറെ ചെയ്യുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ചെയ്യുന്നത് പഠിച്ചവന്റെ അടുത്തേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള പേടി എപ്പോഴും ഉണ്ടാവുക. ഹൗഫ് വർറജ എന്ന് പറയും, പേടിയും പ്രതീക്ഷയും വേണം. ആ പ്രതീക്ഷ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, പേടി കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ്. രണ്ടിന്റെ ഇടയിൽ ഒരു ഇതിലിങ്ങനെ നിൽക്കണം. അതിലിങ്ങനെ പോകാൻ കഴിഞ്ഞാൽ ഒരു തെറ്റ് സംഭവിച്ച്, ഇപ്പൊ അന്നാള് പറഞ്ഞല്ലോ, നേരത്തെ ആരാണ് ഹയ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്, ഹയ പറഞ്ഞിരുന്നു, അതായത് അഥവാ ഒരു കാര്യം നമുക്ക് മിസ്സായി പോയി എന്ന് വിചാരിച്ചിട്ട് അതിലെന്ത് ചെയ്യണ്ട, പറ്റ ഡെസ്പ് ആവണ്ട, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അത് ശരിക്കും നല്ലൊരു കാര്യമാണ് കേട്ടോ. എന്ന് വെച്ചാല് നമ്മള് ആ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ കുറ്റബോധം പോലും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. ആ കുറ്റബോധം പോലും നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നല്ല മനസ്സിലല്ലേ ഉണ്ടാവുള്ളൂ. ഒന്നുമില്ലാത്തന്നെ, അതായത് ഞാൻ ഒരിക്കല് ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയുടെ പ്രണയം പിടിച്ച് അവളോട് സംസാരിച്ചപ്പോ ഓൾ എന്നോട് ആദ്യം പറഞ്ഞ മറുപടി എന്താ വെച്ചാല്, ഉസ്താദ് ഓൻ ഭയങ്കര നല്ലോനാണ്, ഓൻ എപ്പോഴും വിളിച്ചാൽ ആദ്യം എന്നോട് ചോദിക്കൽ നിസ്കരിച്ച് ഒന്നും ഖുർആൻ ഓതിയ എന്നുള്ളതാണ്. ഞാൻ പറയും, ഓൻ ആദ്യം തല്ലണം, മടില് വാരി തല്ലണം. ആ നാക്കാലിക്കെങ്ങാനും ഈമാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൻ ഈ പരിപാടിക്ക് നിൽക്കുവോ? അപ്പോ ഒരു പെൺകുട്ടിയെ വളക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താന്ന് വെച്ചാല്, എപ്പോഴും നോക്കട്ടെ, ഈ പ്രണയത്തെ ഞാൻ പറയുന്നത് നീണ്ടു പോകുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാല് ഒരു അഫയർ തുടങ്ങുകയാണെങ്കിൽ നോക്കേണ്ടി, ഒരു കാരണവശാലും അവര് സെക്സിനെ കുറിച്ച് പറഞ്ഞിട്ടാവില്ല തുടങ്ങുക, ഫ്രണ്ട്ഷിപ്പിലൂടെ ആയിരിക്കും തുടങ്ങുക. അതായത് ക്ലാസ്സിലുള്ള കുട്ടിയാണെങ്കിൽ നോട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നോട്ടിലുള്ള സംശയം തീർക്കാൻ വേണ്ടിയിട്ടേക്കാണ് ആദ്യത്തെ വിളി ഉണ്ടാവുക. പിന്നെ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിസ്കരിച്ചിരുന്നോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചോ എന്നുള്ളതായിരിക്കും. കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ നിസ്കാരവും ഓത്തും വേണ്ടും എടുക്ക് മാറിക്കും, ഭക്ഷണം കഴിച്ചോ എന്നുള്ളതാകും. ഭക്ഷണം കഴിച്ചോ എന്നുള്ള ഘട്ടം കൂടി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, ഭക്ഷണം കഴിച്ചോ എന്നുള്ള ചോദ്യം ഉണ്ടാകൂല, കിടന്നോ എന്നുള്ളതാണ്. അതായത് ആ സമയമാകുമ്പോഴേക്കും എപ്പോഴാണ് കിടക്കുക എന്നുള്ള ധാരണ വന്നിട്ടുണ്ടാകും. പിന്നുള്ള ചോദ്യം മൊത്തം കിടന്നോ,
റൂമിൽ ഒറ്റ കാണും, പിന്നെ ബാക്കിയുള്ളതേ ഉണ്ടാവുള്ളൂ. അതിലൊരിക്കലും നന്മ ഉണ്ടാവും. എന്ന് വെച്ചാല് നമുക്ക് ഓരോ അവസരങ്ങൾ ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ആ തെറ്റിലൂടെ ഇങ്ങനെ 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 പോവുകയും ചെയ്യും. ആ ഒരു തെറ്റിൽ ഇങ്ങനെ മുഴുകി പോകുമ്പോൾ ഇല്ല, ഇത് പടച്ചോൻ എനിക്ക് പൊരുത്തപ്പെട്ട് തരും, ഓൻ എന്നോട് നല്ല കാര്യങ്ങളല്ലേ, ഞങ്ങളെ ഹലാലായ മാർഗത്തിൽ ഉമ്മാന്റെ ഉപ്പാന്റെ സമ്മതം ഉണ്ടെങ്കിലല്ലേ കല്യാണം കഴിക്കുള്ളൂ. ഈ ചിന്തയിലേക്ക് മനുഷ്യന്മാർ ഇങ്ങനെ പതിയെ പതിയെ വരും. ഞാനത് പറഞ്ഞെന്തിനാന്ന് വെച്ചാല് ഏതൊരു തെറ്റിന്റെയും തുടക്കം ഒരിക്കലും ഒരു മോശമായിട്ടുള്ള ഇതിൽ നിന്നല്ല. ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമുക്ക് തോന്നിയിട്ടുള്ള എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് പടച്ചോൻ എന്നെ എന്തായാലും ശിക്ഷിക്കും, അപ്പൊ ഞാൻ ഇനി ഒന്നുകൂടി ചെയ്താൽ അതേ ശിക്ഷയല്ലേ കിട്ടുള്ളൂ എന്നുള്ള തോന്നലിനാണ്. അങ്ങനെയല്ല, ഒരു തെറ്റ് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ തന്നെ പടച്ചോന് നമ്മുടെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാല് പടച്ചോന് മൽക്കോലോട് പറയും, നിക്ക് ഓനെ ചെയ്യുണ്ടോ നോക്ക്, ചെയ്യുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓനെ തെറ്റ് ചെയ്യാൻ വിചാരിച്ച് ഓനെ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പടച്ചോൻ പറയും, ഓന് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ചെയ്യണ്ടെന്ന് വെച്ചില്ലേ, അതുകൊണ്ട് ഓന്റെ ഏടിൽ ഒരു നന്മ എഴുതി വെച്ചാലോ എന്ന് പറയും. നമ്മളൊരു നന്മ ചെയ്യാൻ വിചാരിച്ച് പടച്ചോൻ പറയും, ഓൻ നന്മ ചെയ്യാൻ വിചാരിച്ചില്ല, വേ എഴുതി വെച്ചാളി. തെറ്റ് ചെയ്യാൻ വിചാരിച്ചപ്പോഴേക്കും പടച്ചിറപ്പൊന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ നന്മ ചെയ്യാൻ മനുഷ്യൻ വിചാരിച്ചപ്പോഴേക്കും പടച്ചോൻ പറഞ്ഞു, ഓൻ നന്മ ചെയ്യാൻ വിചാരിച്ചില്ലേ, അത് വേ എഴുതി വെച്ചാളി. കാരണം എന്താന്ന് വെച്ചാൽ ഓൻ വിചാരിച്ചല്ലോ, അത് എനിക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇന്ന് ഈ ഒരു കൂട്ടത്തിൽ കൂടിക്കാണ്ട് കുറെ ആളുകൾ പറഞ്ഞേക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും, പക്ഷെ ഒരു തഹജ്ജുദെങ്കിലും ഒരു ദിവസമെങ്കിലും നിസ്കരിക്കണം എന്ന്. പടച്ചോൻ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പേര് ആ മലക്കളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പേര് പടച്ചോൻ കേട്ടിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്തെങ്കിലും ഒരിക്കലും നമ്മൾ ഇന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും പ്രാവർത്തികമാക്കാൻ കഴിയും. ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഇസ്ലാമികപരമായിട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ. ശരിക്ക് മാനിഫെസ്റ്റേഷൻ പ്രകൃതി ഒന്നായിട്ട് കൂട്ടി നിൽക്കുക എന്നുള്ളത് ഒറ്റ കോൺസെപ്റ്റേ ഉള്ളൂ, പടച്ചോനിൽ തവക്കുലാക്കുക, പടച്ചോനെ നടത്തി തരിക എന്നുള്ളതേ ഉള്ളൂ. അതിന് നമ്മള് പിന്നെ ആ ഒരു രൂപത്തിൽ പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് പറയും. എന്തായാലും ഒരു ചിന്ത, ഒരു പക്ഷേ മറ്റേ ഇതിൽ പറയുന്നത് പോലെ ഒരൊറ്റ ചിന്ത മതി ജീവിതം മാറി മറിയാന്. ഇൻഷാ അള്ളാ അതിന്റെ ഒരു തുടക്കം ഈ ഒരു ദിവസം ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അള്ളാ. താങ്ക് യു. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ജസ്ക, താങ്ക് യു സോ മച്ച്. ഏതായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏതോ ടോപ്പിക്കിലാണെങ്കിലും ആവശ്യമുള്ള കുറെ സംഭവങ്ങൾ വേറെ കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാ. ഏതായാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 6 കാര്യങ്ങൾ രാവിലെ നിന്നൊക്കെ തുടങ്ങി, പിന്നെ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞ്, പിന്നെ നമ്മൾ ഫുള്ളി സ്പിരിച്വലിലേക്ക് കുറച്ച് പോയി. പക്ഷെ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളായതുകൊണ്ട് അൽഹംദുലില്ലാ. ഏതായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ പറയാനുണ്ടോ? ജസ്ക താങ്ക് യു. വേറെ ആർക്കെങ്കിലും ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. സത്യം പറഞ്ഞാൽ കണ്ണ് തുറക്കുന്നില്ല. ഉറക്ക് 2 ദിവസം കൊണ്ട് ക്ലിയർ ആവായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മിസ്സിനെ ഞാൻ ലീവ് ചെയ്യും, ഞങ്ങൾ ഡിസ്കസ് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പുതുതായിട്ട് കയറി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്കോ സജഷനോ, ഇവിടെ എങ്ങനെയാണ് കേട്ടോ, യൂണിറ്റ് ആ ടോക്ക് നമ്മൾ ഈ ഒരു മോഡിലാണ് പോകാറില്ലേ. മിസ്സിനെ അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളുടെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം യുണീക്ക് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം 3ാമത്തെ ബാച്ച് ഏപ്രിൽ ഏപ്രിൽ 6 6. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഓർമ്മ പറഞ്ഞതാണ്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. വേറെ എന്തെങ്കിലും വിഷയം എന്തായാലും ലാസ്റ്റ് പറഞ്ഞോളൂ, വൈൻഡപ്പ് ചെയ്തോളൂ. ഇല്ല, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പുതുതായി കയറി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ആയിട്ടോ സജഷൻ ആയിട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. നമ്മൾ അറിയുന്നവരെ വിളിക്കുക അങ്ങനൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിസ്കസ് ഇങ്ങനെയാണ് പൊതുവെ യൂണിറ്റ് ടോക്കിന് പോകാറില്ല. എല്ലായിടത്തും സെഷൻ പോലെ ഇല്ല. ചില ദിവസം ക്ലാസ് എടുത്ത് നമ്മൾ കുറച്ച് ഫീഡ്ബാക്കോ അങ്ങനെ പോകും. ചില ദിവസം ഇങ്ങനെയുള്ളൊരു കോൺട്രിബ്യൂട്ട് ചെയ്യും. മോർണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മോഡൽ ഓരോ ദിവസം ഉള്ളതായതുകൊണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടാവുമല്ലോ. ഇതുകൊണ്ട് കൂടി കേട്ടോ ഒന്നും കൂടെ വൈഡായി പോയിണ്ടായിരുന്നു. നമ്മളെ കണക്ട് ചെയ്യാനുള്ള നമ്പർ വേണമെങ്കിൽ പറയാം. 8137023966 81 370 23 966 ഇതായിരുന്നു കേട്ടോ. ബുക്കിനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ കണക്ട് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനില്ല എങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് ഏതാ ടൈമിംഗ് നോക്കി, കറക്റ്റ് 1 മണിക്കൂർ, 8:30 മുതൽ 9:30 വരെ. വാവ്. ഏതായാലും എന്നാല് അസ്സലാമു അലൈക്കും, താങ്ക് യു, ഗുഡ് നൈറ്റ്.